ഉത്കൃഷ്ടവും മഹത്തരവും അനുപമവുമായ വാക്കുകളാണ് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ തനിക്ക് മുൻപോ പിൻപോ ആരും പഠിപ്പിച്ചിട്ടില്ല. യേശു പ്രവർത്തിച്ചതുപോലെയും അവിടുത്തെ ജീവിതചര്യ പോലെയും അതിനു മുമ്പും പിമ്പും ആരും ജീവിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ മറ്റൊരു കാര്യം, യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് നാൾ മാത്രമാണ് ഭൗതികമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം അനുഷ്ഠിച്ചത്. നാം അറിയുന്നത് പോലെ ഏകദേശം 33.5 വയസ്സ്. ആ 33.5 വയസ്സിനിടയ്ക്ക് വളരെ കുറച്ച് മാത്രമേ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ യേശു തൻ്റെ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളൂ. തൻ്റെ പ്രസംഗവും ക്ലാസ്സുകളുമൊക്കെയായി കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ആ ഭൂപ്രദേശം വിട്ട് പുറത്തു പോയിട്ടുമില്ല. അത് ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു. കുറച്ച് എന്ന് ഞാൻ പറയുമ്പോൾ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. 30ാമത് വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ എന്ന് നമ്മൾ വിളിക്കുന്ന സക്രിയ പുരോഹിതൻ്റെ മകനാൽ നിമജ്ജന സ്നാനം കൈക്കൊള്ളുകയും അവിടെ നിന്ന് ഗോൽഗതയിലെ മരണം വരെ ഉള്ള, കാൽവറിയിലെ മരണം വരെയുള്ള, ക്രൂശ് മരണം വരെയുള്ള 3.5 കൊല്ലങ്ങൾ മാത്രമാണ് യേശു പഠിപ്പിച്ചതും പ്രസംഗിച്ചതും യേശു പ്രവർത്തിച്ചതും. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. യേശു പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അരമായിക്ക് എന്നതായിരുന്നു. അരമായിക്കെന്നും അരാമിക്കെന്നും പറയുന്ന ഒരു പ്രാദേശിക ഭാഷ. ആ ഭാഷാ സാഹിത്യമൊന്നും വികാസം പ്രാപിച്ചതല്ല. ഇംഗ്ലീഷ് പോലെയോ ഗ്രീക്ക് പോലെയോ സംസ്കൃതം പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ തമിഴ് പോലെയോ മലയാളം പോലെയോ പോലും ഒത്തിരി കൃതികളൊന്നും അതിലുണ്ടായിട്ടില്ല. യേശുവിൻ്റെ കേൾവിക്കാരാകട്ടെ പാലസ്തീൻ എന്ന് പിൽക്കാലത്ത് വിളിച്ച ഇസ്രയേൽ എന്ന ഭൂപ്രദേശത്തിൻ്റെ ആ ഭൂപടം കൊണ്ട് ഒതുങ്ങുന്ന കുറേ മനുഷ്യർ. കേൾവിക്കാർ അധികമുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ സ്വാംശീകരിച്ച് കടഞ്ഞെടുത്ത് ഉൾക്കൊണ്ട മനുഷ്യരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കം. ഉൾക്കൊണ്ട ആ മനുഷ്യരെ, ആ കാര്യാദികളിൽ ഗ്രഹിച്ച മനുഷ്യരെ നയിക്കാൻ യേശുവിന് ചില ശിഷ്യന്മാർ വേണ്ടി വന്നു. ആ ശിഷ്യന്മാരുടെ എണ്ണം കേവലം 70 പേർ. ആ 70 പേരിൽ നിന്നൊരു 12 ആളുകളെ തിരഞ്ഞെടുത്തു. ആ 12 ആളുകളിൽ നിന്ന് ഒരു 3 പേരെ തിരഞ്ഞെടുത്തു. അവിടെ 70, 12, 3. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു വീണ്ടും. അതാണ് നമ്മൾ അറിയുന്ന പത്രോസ്. പത്രോസിനൊപ്പം 2 പേരുണ്ട്, യാക്കോബും യോഹന്നാനും. ബാക്കി 9 പേരെ നമുക്കറിയാം. അവരുടെ തന്നെ നിലവാരം പരിശോധിച്ചാൽ ഇവരാരും വലിയ സമ്പന്നരല്ല. അവരിൽ ആരിലും സാഹിത്യപരമായ ഒരു ഉൾക്കാഴ്ച സൃഷ്ടിക്കുന്ന ആശയങ്ങൾ പറയാൻ കഴിയുന്നവരോ അഗാധ പണ്ഡിതന്മാരോ അല്ല. അവരെ ജനസമൂഹത്തിൽ നല്ല അധ്വാനശേഷി ചിലവഴിച്ചു പ്രവർത്തിച്ച മത്സ്യബന്ധന തൊഴിലാളികളോ ചുങ്കം പിരിവുകാരോ അങ്ങനെയൊക്കെയുള്ള അതിസാധാരണ മനുഷ്യർ.
യേശുവിൻ്റെ ഐഹിക കാലത്ത് ഒന്ന് ഒത്തുകൂടാൻ നമുക്ക് IPC പോലെ, ചർച്ചക്കോട് പോലെ, ന്യൂ ഇന്ത്യ പോലൊരു ഹാളും സൗകര്യമൊന്നുമില്ല. പകരം ആ നാട്ടിലെ ധനാഢ്യനായ ഒരു അനുഗാമി യേശുവിനുണ്ടായിരുന്നു. ശിഷ്യനല്ല, നമ്മളറിയുന്ന മാർക്കോസ്. പിന്നീടാണ് മാർക്കോസ് ശിഷ്യനാകുന്നത്, അനുഗാമിയാകുന്നത് പോലും. ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വകയായിരുന്നു യേശു പ്രാർത്ഥിച്ച, യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ യേശു ഇരുന്ന ഗെത്സമന തോട്ടം. ഗെത്സമന തോട്ടവും സഭ രൂപപ്പെട്ട മാർക്കോസിൻ്റെ മാളികമുറിയും എന്നൊക്കെ കരുതുന്ന ആ സ്ഥലത്ത് യേശുവിന് സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയില്ല. യേശു കർത്താവ് പിരിയുമ്പോൾ ആ സ്ഥാപനം ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരു നല്ല ലീഡറില്ല, കാര്യപ്രാപ്തനായ ഒരു മനുഷ്യനുമില്ല. ചുരുക്കത്തിൽ വളരെ കുറച്ചു മാത്രം പ്രസംഗിച്ച്, വളരെ കുറച്ചു മാത്രം പഠിപ്പിച്ച്, വളരെ കുറച്ചു നാൾ മാത്രം ഭൂമിയിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ മഹാരഥൻ ഒരു പുസ്തകവും എഴുതിയില്ല, ഒരു പാട്ടും എഴുതിയില്ല. പാട്ടെഴുതിയില്ല, പുസ്തകം എഴുതിയില്ല. ചുരുങ്ങിയ നാൾ മാത്രം ഇഹലോകത്തിൽ പ്രവർത്തിച്ചു. പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം പാട്ട് പിറവി കൊണ്ടത് യേശുവിനെ കുറിച്ചാണ്. ഇനി പിറവി കൊള്ളാനിരിക്കുന്നതും യേശുവിനെ കുറിച്ചാണ്. ആ റെക്കോർഡൊന്നും ഒരുത്തനും ജീവകാലത്ത് ഭേദിക്കാൻ പോകുന്നില്ല. യേശുവിനെക്കുറിച്ചാണ് ലോകത്തേറ്റവും അധികം പുസ്തകങ്ങളുണ്ടായത്. യേശുവിനെക്കുറിച്ച് വിമർശന കൃതികൾ പോലും ഉണ്ടായത്. ലോകത്തേറ്റവും വിമർശിക്കപ്പെട്ട വ്യക്തിത്വം യേശുവ, ആക്ഷേപിക്കപ്പെട്ട വ്യക്തിത്വം യേശുവ, അവഹേളിക്കപ്പെട്ട വ്യക്തിത്വം യേശുവാണ്, ആദരിക്കപ്പെട്ട വ്യക്തിത്വവും യേശുവാണ്, ആരാധിക്കപ്പെടുന്നവനും യേശുവാണ്. ചുരുക്കത്തിൽ ക്രിയാത്മകമാകട്ടെ നിഷേധാത്മകമാകട്ടെ യേശു ക്രിസ്തുവിനോടുള്ള പ്രതികരണങ്ങൾ ഒരു മഹാസമുദ്രത്തിൻ്റെ അലയൊലിയായി 2000 ആണ്ടായി മുഴുപ്രപഞ്ചത്തിലും നിലനിൽക്കുന്നു. ആ മഹാരഥൻ ഇന്ന് രാത്രി നമ്മുടെ കൂടുണ്ട്. ആ ബോധ്യത്തോടെ വചനമൊന്ന് കേട്ടട്ടെ, ആ ബോധ്യത്തോടെ പാട്ട് പാടിയട്ടെ, ആ ബോധ്യത്തോടെ തിരുസന്നിധിയിൽ വന്നട്ടെ. ഇതുവരെ കിട്ടാത്ത മഹത്തരമായ ചില ചോദ്യങ്ങളുടെ ഊർജ്ജസ്വലമായൊരു ഉത്തരം, ശക്തിയായൊരു ഉത്തരം, ക്രിയാത്മകമായൊരു മറുപടി, അത് നമുക്ക് പ്രാപിച്ചു വേണം ഈ പന്തൽ വിട്ട് കടന്നു പോകാൻ. ഹല്ലേലൂയ. അവിടെയൊക്കെ കേൾക്കാമോ? പുറകിലൊക്കെ അവിടെ കേൾക്കത്തില്ലേ? ഈ ഫ്രണ്ട് സീറ്റുണ്ട്, അത് പറയാനാ. വേണ്ട, ഇപ്പം നന്നായിട്ട് കേൾക്കാമെന്നാണ് പറയുന്നല്ലേ. ഹല്ലേലൂയ. നമുക്കിനി ഈ വായിച്ച വചനത്തിലൂടെ വരണം. നമ്മുടെ കർത്താവിൻ്റെ ഒരു മനോഹര പഠിപ്പിക്കൽ അതിൽ കണ്ടുപോകുന്നത്. ഈ അധ്യായം മുഴുവൻ പരതിയാൽ രസാവഹമായ ഒത്തിരി കാര്യങ്ങൾ കാണാം. ഇനി മുമ്പിലത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടാൻ പോവുകയാണ്, ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, കൊല്ലപ്പെടാൻ പോവുകയാണ്. പക്ഷേ അധ്യായമൊക്കെ തുടങ്ങുന്നിടത്ത് ശിഷ്യന്മാർ തമ്മിൽ ആരാണ് വലിയവൻ എന്ന തർക്കമാണ്. ആരാണ് വലിയവൻ എന്ന തർക്കം അവരുടെ മാത്രം ഇടയിലുള്ളതല്ല, ഇന്നും അത് തീർന്നിട്ടില്ല നമ്മുടെ ഇടയിലല്ലേ. ഞാനാണോ നിങ്ങളാണോ, ഇതുവരെയും തീർന്നിട്ടില്ല. ചില തർക്കങ്ങളാണ്, അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കും, അത് തീരില്ല. ആരാണ് വലിയവൻ? അതിന് യേശു ഉത്തരം പറഞ്ഞു, ഒരു ചെറിയ കുട്ടിയെ കൊണ്ടെടുത്ത് നിർത്തി, ഈ കുഞ്ഞിനോളം വളരണം. ഈ കുഞ്ഞിനോളം വളരാതെ നിത്യത കാണാനാവില്ല. അപ്പോൾ കുഞ്ഞാണ് മുതിർന്നവരെക്കാൾ വളർന്നതെന്ന് പഠിപ്പിച്ച ശൈശവ സഹജമായ ആ നിഷ്കളങ്കതയെ കൂടി ബഹുമാനിച്ച യേശു. ഞാൻ അതിലേക്ക് ക്രമേണ വരാം.
നമ്മുടെ രാജ്യത്ത് ധാരാളം തത്വസംഹിതകളുണ്ട്, ആശയങ്ങളുണ്ട്. അതൊന്നും മോശമല്ല. എല്ലാ മതങ്ങളും മനുഷ്യരാശിക്ക് മുമ്പിൽ വച്ച, അല്ലെങ്കിൽ ആ മതചിന്തകന്മാർ ഇന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ് വസ്തുതാപരമെങ്കിൽ അതൊന്നും മോശമല്ല. അതൊക്കെ മനുഷ്യന് ഗുണം ചെയ്യാനുള്ളതാണ്. മതം മാത്രമല്ല, രാഷ്ട്രീയ ചിന്തകളുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ആ തിരഞ്ഞെടുക്കാൻ നമ്മുടെ അരികിൽ വന്ന് വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്ന കാര്യങ്ങൾ ഒന്നും മോശമല്ല. അതെല്ലാം കാര്യപ്രസക്തമായ കാര്യമാണ്. പക്ഷെ നമ്മൾ ചിലർ അവസരവാദികളായിട്ട് പറയും എല്ലാവരും കണക്കാണ്. എല്ലാവരും അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ ഈ മനോഹരമായ റോഡും ജീവിത സൗകര്യങ്ങളും എല്ലാം ആസ്വദിച്ചിട്ട് പറയും ഇതിനകത്തൊന്നും കാര്യമില്ലെന്ന്. അപ്പോൾ അവർ പറയുന്നത് ശരിയാണെങ്കിൽ ആ ശരിയെ പരതി കൂടുതൽ നല്ല ശരി ഏതാണ് അത് ചിന്തിക്കുന്നതാണ് ഈ ജനാധിപത്യം. ഏതെങ്കിലും പാർട്ടി മോശമായിട്ടല്ല. അങ്ങനെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാനും പറ്റില്ല. അവരവരുടെ കഴിവ് തെളിയിച്ചെങ്കിലേ അടുത്ത തവണ നമ്മൾ അവർക്ക് അവസരം കൊടുക്കൂ. എല്ലാവരും കഴിവിട്ടവരാ. അതിൽ കൂടുതൽ മെച്ചപ്പെട്ടവരെ കണ്ടെത്തുന്ന ജിജ്ഞാസയാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ എല്ലാം നല്ലതാണ്, എനിക്കൊന്നും മോശമായി തോന്നുന്നില്ല. കൂടുതൽ മെച്ചപ്പെട്ട ഗുണപരമായതെന്ത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ പേരാ രാഷ്ട്രീയം. മതവിശ്വാസം അങ്ങനെയൊക്കെയാണ്. ഒരു മതവും മോശമായി നമ്മൾ കാണുന്നില്ല. കാരണം അതിൻ്റെ പ്രചാരകരോ പ്രഭാഷകരോ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മതമെങ്കിൽ ആർക്കാണ് എതിർപ്പ്? സമത്വം, സഹോദര്യം, സ്നേഹം, പങ്കിടൽ, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന മതചിന്തകളുടെ ഉള്ളടക്കമെങ്കിൽ എന്തിനെതിർക്കണം? പക്ഷെ അതാണോ വാസ്തവത്തിൽ? അതിൻ്റെ കാര്യത്തിലൊക്കെ വരാം. ഞാൻ ഒരു ചർച്ചാവേദിയിൽ ഒരു മാന്യ സുഹൃത്തിനോട് ചോദിച്ച ചോദ്യം ആവർത്തിച്ചുകൊണ്ട് പ്രസക്തമായ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം നിലനിൽക്കാൻ അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മനുഷ്യൻ്റെ പ്രാണന് നിലനിൽപ്പിനാവശ്യമായ ചില ഘടകങ്ങൾ. ഒന്ന് വായുവാണ്, ഓക്സിജൻ വേണം. അത് നമുക്കങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ശ്വസിക്കാനൊന്നും പറ്റില്ല. പരിമിതിയുണ്ട്, പറ്റും, അതിന് പരിമിതിയുണ്ട്, എക്സ്പെൻസീവാണ് ഇല്ലേ? ദൈവം സൗജന്യമായി തരുന്ന ആ വൈദ്യുതിയുടെ വില അറിയണമെങ്കിൽ നമ്മളിത് പോയിട്ട് കൃത്രിമമായി ആ ഓക്സിജൻ അച്ചീവ് ചെയ്യുമ്പോഴറിയാം അതിൻ്റെ ബില്ല്, അതിൻ്റെ വില എത്രയാണ്, എത്ര കോടിയാണെന്ന് ഈ ഇത്രയും നാൾ ജീവിച്ചിരുന്ന നമ്മൾ സൗജന്യമായി ആസ്വദിച്ചതെന്ന് മനസ്സിലാവും. എന്നാൽ പ്രാണവായു കഴിഞ്ഞാൽ പിന്നുള്ളത് വെള്ളമാണ്. നമുക്ക് പാനം ചെയ്യാനുള്ള വെള്ളം. മറ്റൊന്ന് ആഹാരമാണ്. അതും കഴിഞ്ഞാണ് നമ്മളുടെ വസ്ത്രവും ഷെൽട്ടറും ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ കുടുംബം വരുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ പ്രദേശം വരുന്നത്, സ്റ്റേറ്റ് വരുന്നത്, രാഷ്ട്രം വരുന്നത്, ലോകം വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം, അതിൻ്റെ സംവിധാനം. പക്ഷെ ഇതിലൊരു അടിസ്ഥാന ഘടകമുണ്ട്. നമുക്ക് ഇവിടെ വെള്ളം എത്തിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട്, ആഹാരം വിളയിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്ത് വേഗത്തിൽ പോകണം. ഞാനിവിടേക്ക് വരുമ്പോൾ വഴിയിൽ നല്ല മഴയാണ്. എൻ്റെ വാഹനം അധികം വേഗത്തിൽ ഓടിക്കാൻ വയ്യ. തൊട്ട് മുമ്പിലൊക്കെ നാഷണൽ പെർമിറ്റ് വണ്ടികളുണ്ട്. നമുക്ക് അസഹിഷ്ണുത അയാളോട്. അയാൾ എന്തിനിത് വഴി വന്നു എന്നൊരു തോന്നൽ കൊണ്ട് നമ്മൾ വല്ലാതെ മനസ്സിൽ ഇയാളെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയുന്നു, വണ്ടി വേഗത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അറിയണം, ഈ കൺവെൻഷൻ കഴിഞ്ഞ് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് അയാൾ കൊണ്ടുവരുന്നത്. ആ വണ്ടി നിറയെ ഭക്ഷണം, ആ വണ്ടിയിൽ വെജിറ്റബിൾസാണ്, ആ വണ്ടിയിൽ അല്ലെങ്കിൽ ഓയിലാണ്, എഡിബിൾ ഓയിലുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ്. അയാൾ പണിമുടക്കിയാൽ ജീവിതം പോക്കാം. അയാൾ ഒരു ചെറിയ കൂലിക്ക് 1000 രൂപയിൽ താഴെ ശമ്പളം വാങ്ങിക്കൊണ്ട് രാവിലെ കടന്നതാ. അയാൾക്ക് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്, അയാൾക്കും ഇത് സമയത്തിന് കൊണ്ടെത്തിക്കണം. അപ്പോൾ എന്തിനാ പറഞ്ഞേ? വിലപിടിപ്പുള്ള കുറേ ജോലികൾ ചെയ്യുന്ന കുറേ മനുഷ്യരിവിടെ ഈ രാജ്യത്തുണ്ട്. ചിലരൊക്കെ രാവിലെ ഉണർന്ന് നമുക്ക് മത്സ്യം കൊണ്ടുവരാൻ വേണ്ടി കടലിൽ പോകും. കടലിലെ തൊഴിലാളികൾ ആഴ്ചകളായി കടലിലാണ്. അത് വീട്ടിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ഒരു 2 വീലറിൽ ഇതുകൊണ്ട് കൊണ്ടുതരാൻ കുറേ മനുഷ്യരില്ല എങ്കിൽ ഇവിടെ തീന്മേശയിൽ വിഭവം എത്തില്ല. ലോകത്തെന്തു നടന്നു എന്നറിയാൻ ഈ തണുപ്പം പിടിച്ച് കുറേ മനുഷ്യർ പോയി ഈ പത്രക്കെട്ടുകൾ ശേഖരിച്ചുകൊണ്ട് രാവിലെ നമുക്ക് ഇട്ട് തന്നില്ല എങ്കിൽ
ചായ കുടിച്ചിട്ടും ഒരു തൃപ്തി വരാത്തതുപോലെ പത്രം വായിക്കാത്ത അസ്വസ്ഥത നിലനിൽക്കും. അങ്ങനെ അനേക മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമാ വിളിക്കുന്ന നമ്മളൊക്കെ. അങ്ങനല്ലേ? പക്ഷെ ഒരു കാര്യം, ഇത്തരം മനുഷ്യരെ ബഹുമാനിക്കുന്ന, ഇത്തരം മനുഷ്യരെ സ്വീകരിക്കുന്ന, ഉൾക്കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ, വേദങ്ങളിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ആശയഗതികളിൽ പണിയെടുക്കുന്ന ഒരാൾ പണിയെടുക്കുന്നതിൻ്റെ മഹത്വത്തെ പ്രശംസിച്ച് ആളിനെ ബഹുമാനിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ യോഗം കഴിഞ്ഞാണെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. പരിഭവിക്കരുത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ നിങ്ങളെ സുന്ദരനാക്കാൻ കഷ്ടപ്പെടുന്ന, പണിയെടുക്കുന്ന ഈ ബാർബറിൻ്റെ ജോലിയുണ്ടല്ലോ, ഈ ജോലി ചെയ്യുന്ന മനുഷ്യനെ അയാൾ പണിമുടക്കിയാൽ പ്രശ്നം. കാരണം അദ്ദേഹം കൃത്യമായി നമ്മെ മിനുക്കി വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ നോക്കിയാൽ നടക്കില്ല എന്ന് വരും, മുടിവെട്ടിയാൽ ശരിയാവില്ല എന്ന് വരും. ഈ മനുഷ്യരെ ബഹുമാനിക്കുന്നവരുണ്ടാ? അല്ല, മരം മുറിച്ച് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന, മരം മുറിച്ച് യാത്ര സുഗമമാക്കുന്ന ആളിനെ, ഈ പോസ്റ്റിൽ കയറി നമുക്ക് വേണ്ട വെളിച്ചം കൃത്യമായി ഉൽപ്പാദിപ്പിച്ച് തരുന്ന ആ മനുഷ്യനെ, വീട്ടിൽ എടുത്തുകൊണ്ട് തരുന്ന ആ മനുഷ്യനെ, അതല്ലെങ്കിൽ തൻ്റെ ആഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് രാവിലെ രോഗികളെ പരിശോധിക്കാനിരുന്ന് വൈകിട്ട് 5 മണിയായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഡോക്ടറെ, അല്ലെങ്കിൽ നമുക്കൊരു നേരത്ത് നമ്മളൽപ്പം താമസിച്ചു എന്ന് കരുതി ക്ഷുഭിതനാകുമ്പോൾ അതൊക്കെ ക്ഷമിച്ച് അടുത്തടുത്ത രോഗികളെ അരികിലേക്ക് വിളിച്ച് മരുന്ന് കുറിക്കുന്ന ആ മനുഷ്യനെ നമ്മൾ ആദരിക്കണം എന്ന് പറഞ്ഞ ഒരു മതഗുരുവിനെ, ഒരു രാഷ്ട്രീയ ചിന്തകനെ രേഖാമൂലം നിങ്ങൾക്ക് ഇന്ത്യയിൽ കാട്ടിത്തരാമോ? രേഖ വെച്ച് പറയണം. അല്ല, ഞങ്ങളുടെ കോട്ടയത്തൊരു അച്ചാനുണ്ടെന്നോട്ട് കാര്യമില്ല, കോന്നിയിൽ ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ഗ്രന്ഥത്തിൽ, എവിടെ? നമ്മുടെ പൗരാണികതയിൽ എവിടെ? ഞാനതിൻ്റെ ഉത്തരം പറയാം. ലോകചരിത്രത്തിൽ പണിയെടുക്കുന്നവനെ മാറോട് ചേർത്ത് അഭിനന്ദിച്ച ഒറ്റ ഗുരുവേ ഉള്ളൂ. ഒറ്റ ഗുരു. രണ്ടാമതൊരാളില്ലെന്ന്. ഒറ്റ ഗുരു. പണിയെടുക്കുന്ന മോശമാണോ? ജോലി ചെയ്യുന്ന മോശമാണോ? ഇപ്പോഴല്ലേ നമുക്ക് നല്ല തൊഴിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ വന്നത്. ഗൾഫിൽ ഒട്ടകത്തെ നോക്കുന്ന, അറബിയുടെ ചീത്ത കേൾക്കുന്ന, അയാളുടെ കലഹിക്കുന്ന ഇടപാടുകൾ കണ്ടും അടുത്ത, എന്നിട്ടും നമ്മെ ഓർത്ത് ആ മണലിൽ അധ്വാനിച്ച പാപ്പയില്ലേ? മോശപ്പെട്ട പണിയായിരുന്നോ? ഞാൻ PYPയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു ഈ വർഷം. അവിടെ ചോദിച്ചൊരു ചോദ്യം ആവർത്തിക്കുകയാണ് കുട്ടികളോട്. കൊച്ചുകുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പപ്പയുടെ ഫോട്ടോ ഒന്ന് കാണണം, മമ്മിയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലുണ്ട് സുന്ദരനായൊരു മനുഷ്യൻ. പണ്ടത്തെ നമ്മുടെ വീടുകളിൽ ഫ്രെയിം ചെയ്ത അപ്പൻ്റെ ഫോട്ടോ വച്ചിട്ടുണ്ട്, അമ്മയുടെ ഫോട്ടോ വച്ചിട്ടുണ്ട്, ജനന തീയതി എഴുതി വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചിത്രം അപ്പൻ്റെ ശരിക്കുള്ള ചിത്രമാണോ? അമ്മയുടെ ശരിക്കുള്ള ചിത്രമാണോ? അമ്മയുടെ ചിത്ര, അപ്പൻ്റെ ചിത്രമാ. പക്ഷെ ശരിക്കുള്ള അമ്മ അതല്ലല്ലോ, ശരിക്കുള്ള അപ്പൻ അതല്ലല്ലോ. നമ്മൾ കണ്ടത് ജുബ്ബയിട്ട് മുണ്ടെടുത്ത് അല്ലെങ്കിൽ ഷർട്ട് ധരിച്ച് സുമുഖനായിരിക്കുന്ന അപ്പൻ്റെ ചിത്രമാണെങ്കിൽ ഭൂരിപക്ഷ സമയത്തും അപ്പൻ അങ്ങനെ അല്ലായിരുന്നു. വാഴക്കറ പുരണ്ട ഉടുപ്പ് ധരിച്ച് അതുകൊണ്ട് മുറ്റത്തൂരിയിട്ട് ആ സിറ്റൗട്ടിൽ ഇളം തിണ്ണയിലിരുന്ന് മധുരമിട്ടൊരു കാപ്പി കുടിക്കാൻ ത്രാണിയില്ലാതെ വെറുതെ കടുങ്കാപ്പി വാങ്ങി കുടിച്ചു എൻ്റെയും നിങ്ങളുടെയും ഉദരം നിറയ്ക്കാൻ പണിയെടുത്ത അപ്പൻ അപൂർവമായി മാത്രമേ ഉടുപ്പ് ധരിച്ചിട്ടുള്ളൂ. അപ്പൻ ഒത്തിരി ഉടുപ്പുമില്ല. നമുക്ക് കൂടുതൽ ഷർട്ടുണ്ടാക്കേണ്ടതിന് അപ്പൻ ഉടുപ്പ് കുറച്ചു. കരിക്കലം കഴുകിയും പുകയടിക്കുന്ന അടുക്കളയിൽ നിന്നും
കണ്ണു ചുവന്നും കലങ്ങിയും നല്ല വസ്ത്രം ധരിക്കാൻ അവസരമില്ലാതെ പോയ ഒരമ്മയല്ലേ നമ്മുടെ അമ്മ. ആ അമ്മയുടെ ചിത്രം ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടോ? ആ അപ്പൻ്റെ ചിത്രം ആരുടെയെങ്കിലും പക്കലുണ്ടോ? ഇല്ല. എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞെന്നോ? വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഒരു വസ്തുതയാണെന്നേ. ആ അപ്പൻ്റെ കഷ്ടപ്പാടാണ്, ആ അമ്മയുടെ കഷ്ടപ്പാടാണ് നമ്മെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ആ അമ്മയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്, മറ്റൊന്നും അല്ലെന്നേ. രാവിളക്കോളം അവർ കണ്ണീരൊഴുക്കി. നമ്മളും UPF ഭാഗമാകാൻ ഈ പദം പറയാനൊന്നും ആ പാവത്തിനറിയില്ല. UPF എന്നൊരു കാര്യം ഉച്ചരിക്കാനുള്ള വിദ്യാഭ്യാസമില്ല. IBC എന്ന് പറയാൻ, ഷാരോൺ എന്ന് പറയാൻ പഠിച്ചിട്ടില്ല. പക്ഷേ അവർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടെത്തിയ യേശു നല്ലവനായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ മക്കളും ആസ്വദിക്കണം ഈ ബോധ്യത്തോടെ, ഈ ചിന്തയോടെ നമ്മെ പഠിപ്പിച്ച, നമ്മെ പരിശീലിപ്പിച്ച മാതാപിതാക്കളുണ്ടല്ലോ. ആ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരുടെ വാത്സല്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ തിരിച്ചവരെ പരിഗണിക്കാൻ കൃത്യതയോടെ പഠിപ്പിച്ച ഒരു കുടുംബ സംവിധാനത്തിൻ്റെ ചിട്ട, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമം അതെന്താകണമെന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ പഠിപ്പിച്ച, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവായി രൂപപ്പെട്ട ആ ഘട്ടം മുതൽ നിത്യത വരെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്താകണമെന്ന് 3.5 കൊല്ലം കൊണ്ട് മനുഷ്യരാശിയെ പഠിപ്പിച്ച് കൃത്യതയാർന്ന ഉറപ്പിൽ അതിനെ സ്ഥാപിച്ച് ബോധ്യപ്പെടുത്തിയ അജയ്യനായ ഗുരുവിൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രി അവിടുത്തെ മഹത്തരമായ നാമത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ആസ്വദിക്കുന്ന സുവിശേഷത്തിന്റെ മഹിമ നിങ്ങൾക്കും പ്രയോജനപ്രദമായി തീരാൻ ആ സന്ദേശത്തിന്റെ സാരാംശം ഞങ്ങൾ ദാ ഇങ്ങനെ ഘോഷിക്കുന്നു: മറ്റൊരുവരിലും രക്ഷയില്ല. എത്ര ആനന്ദമാണ് ആ വാക്കിന്! മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഇനി ഈ നിർദ്ദിഷ്ട വചനത്തിലൂടെ വരണം. കർത്താവ് പഠിപ്പിക്കുക ഒരു പാഠം: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടിയിട്ടുണ്ടാവും. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു പ്രയോഗമാണത്. ആത്മീയർക്കത് തെറ്റിദ്ധാരണ വരില്ല. പുറമേ നിന്ന് കേൾക്കുന്നൊരു മനുഷ്യന് തെറ്റിദ്ധരിക്കാൻ എന്താണിതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോകും. അത് യേശുവിൻ്റെ വാക്കുകളുടെ പ്രത്യേകത. അത് മനസ്സിലാക്കാനുള്ള യോഗ്യത വിദ്യാഭ്യാസമൊന്നും അല്ല. കൂടുതൽ നിങ്ങൾക്ക് വായനയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് പലരും തെറ്റിപ്പോകുന്നേ. തിരുവെഴുത്ത് മനസ്സിലാക്കാനുള്ള യോഗ്യത അത് പഠിപ്പിച്ചവൻ്റെ ആത്മാവിന് വിധേയപ്പെടുക എന്നുള്ളതാണ്, ആ ഗുരുവിന് കീഴടങ്ങുക എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് ഈ ചിന്ത വഴങ്ങില്ല, ഈ പുസ്തകം വഴങ്ങില്ല, ഈ ആശയം വഴങ്ങില്ല. ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന് ധരിച്ച് യാതൊരുവൻ ബൈബിളിനെ സമീപിക്കുന്നു അവർക്കൊന്നും പഠിക്കാനാവില്ല, അല്ലെങ്കിൽ തെറ്റായി പഠിച്ചു വെക്കും. അപ്പോൾ ഇവിടെ ഈ കെട്ടുക, അഴിക്കുക എന്നൊരു പദം പെന്തക്കോസ്തരായി നമ്മൾ ഉപയോഗിക്കുന്നൊരു ശൈലിയുണ്ട്. അതത്ര തെറ്റാണെന്നും പറയാൻ പറ്റില്ല. പൈശാചികമായ ബന്ധനങ്ങളും സാത്താന്യമായ അത്തരം ഇടപെടലുകളുമൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലെന്ന് പറയാനാവില്ല. എന്തായാലും അതിനപ്പുറത്തതിന് അർത്ഥമുണ്ടോ? ഇനി അർത്ഥവും ആശയവും എന്തുമാകട്ടെ, ഇരുട്ടിൻ്റെ നിഗൂഢ ലോകം എന്തുമാകട്ടെ, അതിൻ്റെ പദ്ധതികൾ എന്തുമാകട്ടെ, അടുത്ത വാക്യം ആശ്വാസപ്രദമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ, അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഇതൊരു വാഗ്ദത്തമാണ്, ഇതൊരു ഡിക്ലറേഷനാണ്. ഇത് തീരെ ഇല്ല, ഇതൊരു ഡിക്ലറേഷനാണ്, ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം യേശുവിൻ്റെതാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ ഒരു ദിവ്യ പരിവേഷം കൽപ്പിക്കപ്പെടുന്ന ആൾ എങ്ങനെയാണ്? ഒരു അവതാരപുരുഷനോ ദിവ്യപരിവേഷം കൽപ്പിക്കപ്പെടുന്നവനോ സമൂഹം ദൈവമായോ അല്ലെങ്കിൽ ദൈവമനുഷ്യനായോ കാണുന്ന, അല്ലെങ്കിൽ ഒരു പുരോഹിതനായി കാണുന്ന ആധ്യാത്മിക രംഗത്തെ ഒരു സവിശേഷ വ്യക്തിത്വത്തെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? നമുക്കദ്ദേഹത്തെ കാണാനാവില്ല. പ്രമുഖനായ ഏതെങ്കിലും അത്തരം ഒരു അവതാരപുരുഷനെയോ ദൈവമായി സമൂഹം വാഴ്ത്തുന്ന ഒരാളെയോ നേരിട്ട് കാണാനാവില്ല. പലതരം കടമ്പകൾ, പലതരം സംവിധാനങ്ങൾ,
ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലാവണം, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവണം. ഒട്ടേറെ കടമ്പകൾ കടന്ന് മാത്രമേ ഈ മൂല്യവത്തായ വ്യക്തിയുടെ അരികിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റൂ. കാരണം അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം വ്യക്തികളെയോ ഇത്തരം സന്ദർഭങ്ങളെയോ അഭിമുഖീകരിക്കാൻ ഒട്ടേറെ ഒരുക്കങ്ങൾ നടത്തുന്നത്, വ്രതമനുഷ്ഠിക്കുന്നത്, തപസ്സനുഷ്ഠിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വർജനമാചരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളോട് ഒരാൾ പറയുക, നിങ്ങൾക്ക് ഈ ദൈവസാന്നിധ്യം അനുഭവിക്കണം, നിങ്ങൾ ഇന്ന ഭക്ഷണം ത്യജിക്കണം, മത്സ്യമാംസാദികളൊക്കെ ത്യജിക്കണം, എന്നിട്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് വരണം, കാരണം ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ ചില മാനദണ്ഡങ്ങൾ ലോകം കരുതി വച്ചിട്ടുണ്ട്, അതൊക്കെ ആചരിച്ചു പോരണം. നിങ്ങൾ അത് ആചരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കാണോ നഷ്ടം, ആ സ്ഥലത്തിനാണോ? ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കാം. സ്തോത്രം. ഇപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിങ്ങൾക്ക് കടക്കണം. ആ യെരുശലേം ദേവാലയത്തിൽ കടക്കുന്നതിന് അവിടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നുണ്ട്, ദൈവ സാന്നിധ്യം അവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ആലയത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധ്യതകളെക്കാൾ അസാധ്യതകളാണ്. കാരണം വഴിയിൽ കാവൽക്കാരുണ്ട്, 10-12 ഗേറ്റുണ്ട്. ഈ ഗേറ്റിൻ്റെയൊക്കെ അരികിൽ ആളുകൾ നിന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചോദിക്കും. വീണ്ടും ചില നിബന്ധനകൾ. നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമുണ്ട്, സ്ത്രീകൾക്ക് വന്നു നിൽക്കാൻ പറ്റിയ പരമാവധി സ്ഥലമുണ്ട്, അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. ജാതികളെന്നറിയപ്പെടുന്ന ജൂത സമൂഹത്തിൻ്റെ പുറത്തുള്ള ആൾക്ക് വന്നു നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാ ജാതികളുടെ പ്രാകാരം. സ്ത്രീകൾ നിൽക്കേണ്ട പ്രാകാരമുണ്ട്. ഇനി പുരുഷന്മാരാണെങ്കിൽ കൂടി ആലയത്തിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല, പുരോഹിതന്മാർക്കാ പ്രവേശനം. ഇനി പുരോഹിതന്മാരാണെങ്കിൽ കൂടി അന്തർമന്ദിരത്തിലേക്ക് പ്രവേശനമില്ല, അവിടെ മഹാപുരോഹിതന് മാത്രമാ പ്രവേശനം. ഇനി മഹാപുരോഹിതനായിട്ടും കാര്യമില്ല, ആണ്ടിൽ ഒരു തവണ മാത്രമേ മഹാപുരോഹിതനും അന്തർമന്ദിരത്തിലേക്ക് പ്രവേശനമുള്ളൂ. നമുക്ക് ചോദിക്കാം, എന്താ ഇതിൻ്റെയൊക്കെ തടസ്സം, എന്താണ് കാരണം? ഞങ്ങളല്ലാതെ ഒന്ന് വന്നാൽ ഞങ്ങൾക്കൊന്ന് കയറണം. എന്താ പ്രശ്നം? ഈ കൂടാരത്തിനുള്ളിലേക്ക്, ദേവാലയത്തിനുള്ളിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുക, ഈ ആചാരമൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിക്കുക. ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആലയത്തിനാണോ ഞങ്ങൾക്ക് ണോ പറയൂ എന്ന് വെച്ചാൽ, അശുദ്ധനായ ഞാൻ ഈ അശുദ്ധിയോടുകൂടി, ലോകം വിവക്ഷിക്കുന്ന, ആചാരം വിവക്ഷിക്കുന്ന അശുദ്ധിയോടുകൂടി യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ചാൽ എനിക്കാണോ അശുദ്ധി, ആലയത്തിനാണോ അശുദ്ധി? എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് അറിയണ്ടേ? ആലയത്തിനാണ് അശുദ്ധിയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ആലയത്തെക്കാൾ വലിയ ആളാണ്. അതാണ് ഉത്തരം, ഒറ്റ വാക്കിൽ. കാരണം ഞാൻ ഒറ്റ ഒരുത്തൻ കയറിയപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ മുഴുവൻ പരിശുദ്ധി തീർന്നു പോയെങ്കിൽ ആലയത്തെക്കാൾ കരുത്തനാരാണ്? അവിടെ കയറിയ നിങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അകത്തേക്ക് കടക്കരുത്, കടക്കരുത്, കടക്കരുത് ഇങ്ങനെ മാറ്റി 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 നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വരാൻ ആളുകൾ ഇങ്ങനെ വെമ്പുന്ന ഘട്ടത്തിൽ ശിഷ്യന്മാർ വഴി തടഞ്ഞു. പോകരുത്, 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 കുട്ടികളെ അങ്ങോട്ട് വിടരുത്, കാരണം ഇത് പക്വതയുള്ളവരുടെ സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ ചില നിയമാവലികളുണ്ട്. അവരുടെ കുറ്റമല്ല ഇത് പറയാൻ കാരണം. ഒന്നാമത്തെ കാരണം, അവർ പഠിച്ചു വന്നത്, ശീലിച്ചത് യഹൂദ ചിട്ടകളാണ്, സംവിധാനങ്ങളാണ്. അവിടെ അശുദ്ധന്മാരകത്ത് കിടക്കരുത്, കുഷ്ഠരോഗി വരരുത്, പലതരം നിബന്ധനകളുടെ ലോകത്ത് അവർ യേശുവിനെ ഇങ്ങനെ തടഞ്ഞു തടഞ്ഞു നിർത്തുക. അതൊന്നും യേശു അന്നേരം ഒന്നും വിലക്കിയില്ല. കാരണം അവരുടെ അറിവും പ്രാപ്തിയും അതാണെങ്കിൽ എല്ലാത്തരം നിബന്ധനകളെയും ലംഘിച്ചുകൊണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് യേശു വരുന്ന വഴിയിൽ ഓരം ചാരി ഇങ്ങനെ നിൽക്കുക. അവൾക്ക് ഒരു കൗതുകം യേശുവിനെ ഒന്ന് കാണാൻ. ഈ സെലിബ്രിറ്റികളെ കാണാൻ കുട്ടികളൊക്കെ കൂടുന്ന പോലെ ആകാം ഒരുപക്ഷെ കൂടുന്നത്. യേശുവെന്ന് കേട്ടിട്ടുണ്ട്, ധാരാളം അറിഞ്ഞിട്ടുണ്ട്, ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ നിൽക്കുക. നമുക്ക് അങ്ങനെ കുറേ മനുഷ്യരെ ബൈബിളിൽ പരിചയപ്പെടാൻ പറ്റും. ഈ സ്ത്രീക്ക് ചില രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ നമുക്കൊരു പുരുഷനെ കാണാം, സക്കായി. അയാൾക്കും ചില പരിമിതികളുണ്ട്. നാട്ടിലൊരു വിലയുമില്ലാത്ത മനുഷ്യനാണ്. ഇനി മത്തായി ഉണ്ടല്ലോ, ഈ എഴുത്തുകാരനായ മത്തായി, അയാളും ചുങ്കം പിരിക്കുന്ന ആളാണ്. ഇനിയും ഇങ്ങനെ കുറേ മനുഷ്യരെ നോക്ക്. ഒരു 10 കുഷ്ഠരോഗികളെ ലൂക്കോസ് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്കിടയിൽ. കാരണം ഈ കുഷ്ഠരോഗികൾ സമൂഹത്തിലേക്ക് വന്നാൽ ഈ രോഗം സ്പ്രെഡ് ചെയ്യും. അവരെ മരിച്ചവർക്ക് തുല്യരായി കണ്ടുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തു കൊണ്ട് തള്ളിയിരിക്കുക. ഇവർക്കാർക്കും പ്രവേശനമില്ല. നിയമം മൂലം പറയുക, അംഗഹീനനായവനൊന്നും ഇവിടെ വരണ്ട, കണ്ണ് കാണാത്തവൻ വരണ്ട, പൊക്കോ 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 എന്ന് വിളിച്ചു പറയുന്ന നിയമബോധം അവിടെ കൃത്യമായി വർക്കൗട്ടാകുന്ന ഒരു സംവിധാനം നിലനിൽക്കെ അതിൻ്റെ നടുവിലൂടെ യേശു വന്നിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും, എവിടെയാണ് നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന അവിടെ, അതെൻ്റെ ഒരു വ്യാഖ്യാനമാണ്, തെറ്റൊന്നുമില്ലത്, ലിറ്ററൽ എഴുത്തല്ല. അവരുടെ നടുവിൽ ഞാനുണ്ട്. എത്ര ആശ്വാസം! അപ്പോൾ കുഷ്ഠരോഗിക്കും കൂടാ, ചേരി നിവാസിക്കും കൂടാ, സ്ത്രീകൾക്കും കൂടാ, സമൂഹം ഭ്രഷ്ടുകൽപ്പിച്ച മനുഷ്യർക്കും യേശുവിൻ്റെ നാമത്തിൽ ഒത്തുകൂടാ. അങ്ങനെ ഒത്തുകൂടിയാൽ ഉറപ്പ്
വാക്ക് പറഞ്ഞ പ്രസംഗകൻ വന്നില്ല എന്ന് വരും, പാട്ടുകാരൻ ഓടി എത്തിയില്ല എന്ന് വരും, അധ്യക്ഷനായി കണ്ട വ്യക്തി വന്നില്ല എന്ന് വരും. പക്ഷേ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ഉറപ്പാണ് ആ കാര്യം. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്, വെറുതെ നിൽക്കല്ല. എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അതിലേക്കാണ് ഞാൻ ക്രമേണ വരുന്നത്. ബഹുമാനരെ, നമുക്ക് ഈ സ്ത്രീയെ തന്നെ പരിശോധിക്കാം. ഈ സ്ത്രീ ഏതെങ്കിലും തെറ്റുകാരിയാണെന്നോ കുറ്റവാളിയാണെന്നോ എടുത്തു പറയാനൊന്നും ആവില്ല. പക്ഷെ പാപിയായ മറിയം എന്നൊക്കെ ഒരു വാക്യം ചേർന്ന് വരുന്നത് കൊണ്ട് അത് ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ച് പറയുകയും അവരെ കുറ്റവാളിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ആകട്ടെ, ആ പാരമ്പര്യം ഇനി അങ്ങനെ ആണെങ്കിൽ കൂടി ഇത് പരിഹരിക്കപ്പെടണ്ടേ? എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഈ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയേണ്ട കാര്യമില്ല, പുരുഷനിലുമുണ്ടല്ലോ അത്തരം മോശപ്പെട്ട ആളുകൾ. ഏറ്റവും മോശപ്പെട്ടൊരു മനുഷ്യൻ അത് നിങ്ങളെ ജ്ഞാനമാണെന്ന് കരുതുക. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് കാപ്പാ ചുമത്തിയൊരു ഗുണ്ടയാണ് നിങ്ങളെന്ന് കരുതുക. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ സമൂഹത്തിൽ ആർക്കും വേണ്ട, 100 കുറ്റങ്ങളാൽ വിചാരണ ചെയ്യപ്പെടേണ്ട വ്യക്തിയാ. നിങ്ങൾക്ക് എന്താണ് വഴി? അത്തരം മനുഷ്യരെ സഭയ്ക്ക് വേണ്ട, അത്തരം മനുഷ്യരെ കമ്മിറ്റികൾക്ക് വേണ്ട, രാഷ്ട്രീയക്കാർക്ക് വേണ്ട. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, തിരഞ്ഞെടുപ്പിന് ഒരാൾ മത്സരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ അത്തരം പോസ്റ്ററുകൾ വരുമ്പോൾ ഇയാളുടെ പേരിൽ ഇന്ന കേസുണ്ട്, ഇയാളുടെ പേരിൽ ഇന്ന ആരോപണമുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് തിരഞ്ഞെടുക്കരുതേ. അപ്പോൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെയും അവരെ അംഗീകരിക്കേണ്ടതിൻ്റെ കാരണം? അതിന് കാരണമുണ്ട്. ഈ വിധി പുറപ്പെടുന്നത് വരെ ഇയാൾ കുറ്റവാളിയൊന്നുമല്ല. ഒരാൾ കുറ്റവാളിയാണ് എന്ന് മനോരമ പത്രം പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമം പറഞ്ഞാൽ വേണ്ട, പോലീസ് പറഞ്ഞാൽ പോലും ഒരാൾ കുറ്റവാളിയാവില്ല. കോടതിയിൽ പ്രൂവ് ചെയ്യണം വിത്ത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്. യു ഹാവ് ടു പ്രൂവ്. എങ്കിൽ എന്നിട്ട് കോടതി വിധിക്കണം കുറ്റവാളിയാണെന്ന്. അതുവരെ ആരോപണ ബാധിതനായി ഇയാൾ. അതാ നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ പണം അപഹരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരോപണം വിത്ത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്, ഏറ്റവും തെളിവുകളോടുകൂടി കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്ത് കുറ്റവാളി എന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുറ്റവാളിയാകുന്നുള്ളൂ. അവനെന്താ വഴി? മുമ്പോട്ട് പോകാൻ എന്താ വഴി? ഞാനതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ആദ്യം ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തിയത്. അവരാ സമൂഹത്തിൽ നീക്കുക. അവരെ ആളുകൾക്കറിയാം. അവർ 100 ആരോപണങ്ങളുണ്ട്. കല്ലെറിയാൻ വിധിക്കപ്പെട്ടവളാണ്. കല്ലെടുത്തെറിയണം, അതാണ് നിയമം. ഈ സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ. ആ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ അത്തരമൊരു സ്ത്രീയുടെ മനസ്സ് വല്ലാതെ എന്താ പറയുക, മരവിച്ചൊരു സ്ത്രീയാണ്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടൊരു സ്ത്രീയാണ്. അവൾ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? അവൾക്ക് എവിടെയോ സംഭവിച്ച അബദ്ധത്തിൻ്റെ തുടർച്ചയിൽ, കുറവുകളുടെ തുടർച്ചയിൽ ജീവിതം അങ്ങനെ മാറ്റി അവൾ വ്യാഖ്യാനിച്ചെടുത്തു. ദിസ് മേ ബി മൈ ലൈഫ്, ഇതായിരിക്കാം എൻ്റെ ജീവിതം. ഓരോ ഘട്ടം പിന്നിട്ടപ്പോൾ എനിക്കതിൽ നിന്ന് കരകയറി നേരെയൊന്ന് പോകണമെന്നുണ്ട്. ഇത് താൽക്കാലികം, എനിക്കിത് മടുത്തു, താൽക്കാലികം. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ദിസ് മസ്റ്റ് ബി മൈ ലൈഫ്, ഇത് തന്നെയാണ് എൻ്റെ ജീവിതം, ഇനി മാറ്റുന്നില്ല, ഇതാണ് എൻ്റെ വഴി. കള്ളനാകട്ടെ, ദുഷ്ടനാകട്ടെ, മോശപ്പെട്ട സ്ത്രീയോ പുരുഷനോ ആകട്ടെ, അവരെല്ലാം ജീവിതം ഒറ്റ ദിവസം കൊണ്ടല്ല, ഘട്ടമായി മേ ബി എനിക്കൊന്ന് മാറണം എന്നുള്ള ചിന്തയിൽ നിന്ന് ആരംഭിച്ച് മാറാനാവാത്ത വിധം അതിനകത്ത് ചെന്നുപെടുന്നു. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ സ്ത്രീയെ, മരത്തിൽ കയറിയിരിക്കുന്ന സക്കായിയെ. പരോക്ഷമായോ പ്രത്യക്ഷമായോ അവരുടെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ അവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനതിൻ്റെ ചില വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ മദ്യം ഒരു വിപത്താണ്. ഈ മദ്യത്തിനെതിരെ ഏറ്റവും കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച ആളുകൾ നമ്മളാണ്. അതൊരു സത്യം. പരസ്യങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ മദ്യവിപത്തിന് എതിരെ പ്രസംഗിക്കാൻ ഗവൺമെൻറ് ഇത്രയും അനുവാദം തന്നിട്ടുള്ള ഒരു ഗ്രൂപ്പുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അനവധി 100 കണക്കിന് 1000 വേദികളിൽ പ്രസംഗിക്കുക മാത്രമല്ല, ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ് പറഞ്ഞു, നിങ്ങളത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മദ്യം കഴിക്കാത്ത ആളുകളുടെ സമൂഹ പെന്തക്കോസ്ത് സഭകൾ, അത് കൃത്യം പറഞ്ഞ് അവർക്കിടയിൽ ആരുമില്ല എന്നുള്ള ആ വസ്തുത സ്ഥിരീകരിച്ച് പറയുക. നല്ലത്. ഞങ്ങളൊക്കെ എന്താണ് മദ്യത്തിനെതിരെ പറയുന്നത്? അതിൻ്റെ ഉള്ളിലെ ഘടകങ്ങൾ എന്താ, അത് കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ, ഹൈപ്പോതലാമസിനെ അതെങ്ങനെ ബാധിക്കുന്നു, നാഡീഞരമ്പുകളെ എങ്ങനെ സ്തംഭിപ്പിക്കുന്നു, എന്തുകൊണ്ട് ഈ മദ്യം കഴിച്ച മനുഷ്യൻ്റെ ശരീരം വിറയ്ക്കുന്നു, വിഡ്രോവൽ സിൻഡ്രോം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതൊക്കെ സയൻറ്റിഫിക്കലി പഠിക്കുകയും ഇത് അനുഭവിക്കുന്ന മനുഷ്യരെ ചെന്ന് കണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഠിനാധ്വാനം നടത്തുകയും അതിൽ ചിലതൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്യുന്ന 100 അനുഭവങ്ങളുടെ വഴിയില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. പക്ഷെ ഒരു പ്രശ്നമുണ്ടേ,
ഒരാൾ പറയുക, ഇതെങ്ങനെ അങ്ങനെ അങ്ങ് പാപമാകുന്നേ, ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? സ്നേഹിത, മദ്യം ഒരു തെറ്റല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരോക്ഷമായ നിരവധി തെറ്റുകളുടെ ഒരു സമാഹാരമാണ് പാപം എന്ന് പറയുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് ഒരു മദ്യശാല തുടങ്ങുക, അതിന് നിയമ തടസ്സമൊന്നുമില്ല. സ്കൂളിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, അങ്ങനെ പൊതുവിടങ്ങളിൽ നിന്ന് നിശ്ചിത വാരമകലെ നിങ്ങൾക്ക് സ്ഥാപനമുണ്ടെങ്കിൽ, നിങ്ങൾ സർക്കാരിന് അടയ്ക്കേണ്ട പണമൊക്കെ അടച്ചെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. അതിലേക്ക് കിട്ടുന്ന ആ മദ്യമുണ്ടല്ലോ, അത് ഗവൺമെൻറ് അപ്രൂവ്ഡാ, അത് കിട്ടുക കറക്റ്റ്. മാത്രമല്ല, അതിന് നിങ്ങൾ സർക്കാരിനടക്കേണ്ട മുഴുവൻ പണവും അടക്കണം, അഡ്വാൻസായിട്ട് ലേലം വിളിച്ചെടുക്കണം. ഇതൊക്കെ നമ്മളവരോട് ചോദിക്കുക, ഇത് നിയമപരമല്ലേ? അവർ പറയും നിയമപരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വ്യാജമദ്യത്തെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പഠിക്കുന്നത്. എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് അറിയണ്ടേ? പ്രിയരെ, മനസ്സിലാക്കണം, ഈ മനുഷ്യൻ ഒരു നിയമപരമായ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്നേ. തൊട്ടടുത്ത് ബാറ് നടത്തുന്ന ഒരാളെ, അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കുന്ന ഒരാളെ നിയമപരമായി ഒരു തെറ്റു ചെയ്യുന്നതായി ഞാൻ കാണുന്നില്ല. കാരണം രാജ്യം കൊടുത്തിരിക്കുന്ന അനുമതി ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത്. നമ്മൾ ആ മനുഷ്യനോട് ചോദിക്കുക, അദ്ദേഹം നമ്മോട് പറയും, ഞാൻ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട്, ഇതിന് പുറമെ ഞാൻ മറ്റ് പിരിവുകൾ കൊടുക്കുന്നുണ്ട്, ദേവാലയത്തിൽ പണം കൊടുക്കുന്നുണ്ട്, ഇതിനത്രയും നമുക്ക് നമ്മിലേക്ക് ചുരുങ്ങാം. എല്ലാ കള്ളിഷാപ്പിൻ്റെ മുമ്പിലും നമ്മൾ കാണാറുണ്ട് ഈ നക്ഷത്രം, അല്ലെങ്കിൽ അത് പതിപ്പിച്ചിട്ടിരിക്കുന്നത്. അതില്ലാത്തൊരു ബാറും കാണുന്നില്ല. അത് മാത്രമോ, ഏറ്റവും അധികം പള്ളിക്ക് മുത്തുകുട കൊടുക്കുന്നതും എഴുന്നള്ളത്ത് നടത്താൻ വേണ്ട സ്പോൺസർ ചെയ്യുന്നതും ഒക്കെ മദ്യപാനി ഈ പറയപ്പെടുന്ന സംവിധാനമാണ്. അവരെ എങ്ങനെ നിങ്ങൾ കുറ്റം പറയുക? നമ്മൾ മാത്രം ഇത്ര ആളുകളെ ആശ്രയിക്കുന്നില്ല. നമ്മളിപ്പോൾ ചോദിച്ചാലും കൺവെൻഷനിൽ പിരിവ് തരുവരും, നമ്മൾ പോകാത്തോണ്ടാ. അവർക്ക് നമ്മളോടും കാര്യമാണ്, പ്രശ്നമൊന്നുമില്ല. വേണ്ടി വന്നാൽ നല്ല ബിസിനസ് കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ബിരുദന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. എന്തിനു പറഞ്ഞു? ഇത് അവർക്ക് എല്ലാവരോടും കരുണയാ, എല്ലാവരോടും സ്നേഹമാ. അതും ചെറിയ തുകയല്ല, മാന്യമായൊരു തുകയാണ് അവർ കൊടുക്കുന്നത്. ലക്ഷങ്ങളാണ് ഇത്തരം ആളുകൾ വിതരണം ചെയ്യുന്നത്. അവർക്ക് സാമൂഹ്യ സേവനമുണ്ട്, പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ പ്രോഗ്രാമുകൾ വന്നാൽ അതിന് വേണ്ട ആ മുന്തിയ ഇനം ഒരു കാര്യം അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം എങ്ങനെ തെറ്റാകും? ഇതിന് മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ തിരുവിതാംകൂറിൽ പണ്ട് വേലുത്തമ്പി തളവയുടെയൊക്കെ കാലത്ത് നമ്മുടെ കേരളം ഒരു കടക്കണിയിലേക്ക് പോയി, വലിയ കടക്കണി. അന്ന് പൈസക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്, ഓർക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. കേരളത്തിൽ ആദ്യം ഒരു ഭൂമി ആധാരം നടക്കുന്നത് അങ്ങ് മൂന്നാറിലാണ്. 3000 ഏക്കർ സ്ഥലം. അന്ന് 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് 25 പൈസയാണ്, കാലണ എന്ന് പറയും. കാലണ 1 സെൻറ്റിന്. അങ്ങനെ 3000 ഏക്കർ ഭൂമി ആദ്യം 1869 കേരളത്തിലൊരു ആധാരം നടക്കുക. അതിന് മുമ്പൊക്കെയുള്ള ചില സ്ഥിതിയുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിൽ നടന്നിരുന്ന ഒരു കാര്യമാണ്. സർക്കാർ നിലനിന്ന് പോകണ്ടേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം കൊടുക്കണ്ടേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം കൊടുത്തു വേലുത്തമ്പി തളവാം ആകെ തകർന്നുപോയി. 8 ലക്ഷം ഒരു തവണ, വീണ്ടും 8 ലക്ഷം, മടുത്താണ് അദ്ദേഹം ലാസ്റ്റ് അതിനെതിരെയൊക്കെ പടപ്പുറപ്പാട് നടത്തിയത്. അപ്പോൾ അന്ന് എന്താ വിഷയമെന്ന് കേൾക്കണ്ടേ? ഈ സർക്കാരായിരുന്നു അന്ന് ഈ കറുപ്പ്, കഞ്ചാവ്, അതുപോലെ ഓപ്പിയം എന്ന് പറയുന്ന സാധനം, ഓപ്പിയവും കഞ്ചാവും പുകലയും കള്ളുമായിരുന്നു അന്നത്തെ പ്രധാന കേരളത്തിലെ വ്യവസായം, അല്ലെങ്കിൽ വരുമാന വഴി. പക്ഷെ അന്നൊരു കാര്യമുണ്ട്, ഇത് കംപ്ലീറ്റ്ലി സർക്കാരിൻ്റെ ഉടമസ്ഥതയില്ല, മറ്റു മനുഷ്യർക്കൊന്നും പറ്റില്ല. അപ്പോഴാണ് മാധവറാവു എന്നു പേരായ ഒരു 30 വയസ്സുകാരൻ IAS നമ്മളുടെ കൊണ്ടുവന്ന് പറഞ്ഞു, കടക്കണിയിലാണ്, ഇതൊന്ന് രക്ഷപ്പെടുത്തണം. മാധവറാവു പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാധവറാവിൻ്റെ മാധവറാവിൻ്റെ പ്രതിമയാണ് നമ്മൾ പാളയം വഴി പോകുമ്പോൾ കാണുന്നത്. മാധവറാവു പറഞ്ഞു അങ്ങനെ പേടിക്കൊന്നും വേണ്ട, കടം മാറ്റാനൊരു വഴിയുണ്ട്. ഈ പുകല നമുക്ക് ഈ സർക്കാരിൽ നിന്ന് എടുത്ത് പ്രൈവറ്റ് ആക്കണം, പുകല കച്ചവടം. അങ്ങനെ ജാഫ്നയിൽ നിന്ന്, ലങ്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പുകയില അത് പ്രൈവറ്റ് പാർട്ടികൾ കച്ചവടം ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ കള്ള് പ്രൈവറ്റ് ആക്കണം, നമുക്ക് കഞ്ചാവ് പ്രൈവറ്റ് ആക്കണം. ആരെങ്കിലുമൊക്കെ നട്ടു വളർത്തി അവർ നമ്മുടെ കടവും വീടും കാര്യങ്ങളങ്ങനെ നടക്കുകയും ചെയ്യും. അത്ഭുതമെന്ന് പറയട്ടെ, നോക്കി നിൽക്കിയ കേരളത്തിൻ്റെ കടം മാറിക്കും. കണ്ടോ, ബുദ്ധിമാനായ ഒരു IAS ഓഫീസർ എന്ത് ചെയ്തു? കള്ളും കഞ്ചാവും ഈ കറുപ്പും എല്ലാം സ്വകാര്യവൽക്കരിച്ചു. ആർക്കും നട്ടു വളർത്താം, വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടു വളർത്താൻ, കഞ്ചാവ് വിൽക്കുക. ഇതുവരെ സർക്കാരായിരുന്നു ഇതിൻ്റെ ആൾ, അല്ലെങ്കിൽ ഓപ്പിയമൊക്കെ സർക്കാർ വിൽക്കുകയായിരുന്നു പതിവ്. അത് മാറ്റിയിട്ട് സ്വകാര്യവൽക്കരിച്ചു ഈ സംവിധാനത്തെ. നോക്കി നിൽക്കുക, ഇതങ്ങ് കയറി, കളിയങ്ങ് മാറിയില്ലേ? അപ്പോൾ ഇങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നൊരു സാധനത്തിനെതിരെയാണോ ഉപദേശിമാർ പ്രസംഗിക്കുന്നത്? ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ തെറ്റാവും? കാരണം പരോക്ഷമായിട്ട് ഈ പണം കറങ്ങില്ലേ നമുക്ക് ശമ്പളം കിട്ടുന്നതും, റോഡ് ടാർ ചെയ്യുന്നതും, അല്ലെങ്കിൽ ദൈനംദിന വ്യവഹാരങ്ങൾ നടക്കുന്നതും ഇങ്ങനെ കൂടി ഒരു പണത്തിലായിരുന്നല്ലോ. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ തെറ്റാവും? എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യം.
ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആ, എങ്ങനെയെന്ന് പറയാം. ഈ മദ്യം കൊടുത്തതും വാങ്ങിയതും കട നടത്തിയൊക്കെ വിട്ട് ഇത് കുടിച്ചിട്ട് പോകുന്ന മനുഷ്യൻ, അയാൾ ഓടിക്കുന്ന സ്കൂൾ വാൻ കനാലിൽ മറിഞ്ഞ് അവിടുന്ന് പെറുക്കുന്ന പിഞ്ചോമനകളുടെ ശവശരീരം കണ്ട പുതിയ കാര്യമല്ലല്ലോ. KSRTCയിൽ മദ്യപിച്ചിട്ട് പോയി എത്ര പേരെ മന്ത്രി പിടിച്ചു. ഈ പോകും വഴിക്ക് ഇയാൾ ഇടിച്ച് നശിപ്പിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയൊക്കെ ഉണ്ടാവും. ചെറിയൊരു കൂലിക്ക് അഷ്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ, അയാൾ വരുന്നതും കാത്ത് കാത്ത് വീട്ടിൽ വെള്ളം തിളപ്പിച്ച് അരിയിടാൻ കാത്തിരിക്കുന്നൊരു സ്ത്രീയില്ലേ, തൻ്റെ മകൻ്റെ മടങ്ങി വീട്ടിലേക്ക് വന്ന ശേഷം ഷുഗറിന് മരുന്ന് കൊണ്ടിരുന്ന് കാത്തിരിക്കുന്നൊരു അമ്മയില്ലേ, ഈ അമ്മയുടെ കണ്ണീര്, ഈ ഭാര്യയുടെ കണ്ണീര്, ഈ കുഞ്ഞിൻ്റെ കണ്ണീര്, ഇത് ചെന്ന് കൊള്ളുന്നത് എവിടെയാണ്? കുടിച്ചവന് മാത്രമോ, കൊടുത്തവന് മാത്രമോ, വിറ്റയിടത്ത് മാത്രമോ, ബാർ മുതലാളിക്ക് മാത്രമോ, അതല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് എതിരെ മാത്രമോ? ഇവിടെയാണ് ഞങ്ങളുടെ ചിന്തയുടെ ഒരു പ്രസക്തി. മനസ്സിലാക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? വീണ്ടും പറയാം, നല്ല പഠിപ്പുള്ള എത്ര കുഞ്ഞുങ്ങൾ, ഡോക്ടറാകേണ്ട എഞ്ചിനീയറാകേണ്ട കുഞ്ഞുങ്ങൾ മദ്യപിച്ച് തകർന്നു പോയ പരിതസ്ഥിതിയിൽ പഠനം പാതി വഴിക്ക് നിർത്തി. എത്ര കൊലക്കുറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. ഇതിൻ്റെ പേരാണ് പാപം, ഇതിൻ്റെ പേരാ തിന്മ. പോകുന്ന വഴിക്ക് ഇത്തരം മനുഷ്യരെ കണ്ടാൽ ഞാൻ കളിയാക്കാറൊന്നുമില്ല, മദ്യപാനികളെ പരിഹസിക്കാറുമില്ല, പ്രസംഗത്തിൽ അവരെ ഒന്നും പരിഹസിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വേദനിക്കുന്ന മനസ്സോടെ വിങ്ങിപ്പൊട്ടിക്കഴിയുന്ന എത്ര മക്കൾ, എത്ര ആളുകൾ, എത്ര സ്ത്രീകൾ. ഒറ്റ വാക്കിൽ പറയാം, 10,000-കണക്കിന് യാചകരെ വാർത്തെടുത്ത ഒരു വ്യവസായശാലയുടെ പേരാ ബാറ്. 10,000-കണക്കിന് യാചകർ സൃഷ്ടിക്കപ്പെട്ടു. ഇനി സംഗതിയൊക്കെ കൊള്ളാം. അങ്ങനെ ഒരാളിതിൽ പോവാ, 10-40 ബാറ് സ്വന്തമുള്ളൊരു മുതലാളി ഇത് വഴി പോവാ, വിലപിടിപ്പുള്ള കാറ, സമൂഹമധ്യ ഇറങ്ങി നിൽക്കുക. വലിയ സംവിധാനമാണ്, നിയമവിരുദ്ധമൊന്നുമല്ല. ആ തിളങ്ങുന്ന ജുബ്ബയും BMW കാറും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ കൊണ്ട് ആഡംബര വിഭൂഷിതനായി ഇവിടേക്ക് വരിക. ആരെങ്കിലും ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടാ? ഇല്ലെന്നുള്ളതാ സത്യം. വില തന്നത്, അംഗീകാരം തന്നത് പണത്തിൻ്റെ വിലയാ, കാറിൻ്റെ വിലയാ, സമ്പന്നനാണെന്നുള്ള ഓർമ്മയാ, നീ എന്തോ വലിയ സ്വാധീനമുള്ള ആളാണെന്നുള്ള ഓർമ്മയാ. അതിനപ്പുറത്ത് ഒരു വിലയും ഒരു പരിഗണനയും തരാതെ പുച്ഛിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കണ്ട് ഹൃദയത്തിൽ അകറ്റി നിർത്തിയിരിക്കുന്ന ആളുകളാ ബഹുഭൂരിപക്ഷം. കാരണം ഈ മദ്യാനുഭവത്തിൻ്റെ തിക്തഫലങ്ങൾ ഏറ്റുവാങ്ങിയ 100 മനുഷ്യർ പ്രത്യക്ഷമോ പരോക്ഷമായോ കൊന്നുകളഞ്ഞ നിരവധി പിഞ്ചോമനകളുടെ കരച്ചിൽ ഈ റോഡരികിൽ കേൾക്കുന്നുണ്ടേ. ഇടിച്ച് നശിപ്പിച്ച് തകർത്ത് കളഞ്ഞ് വാഹന അപകടങ്ങളിലൂടെ കൊന്നുകളഞ്ഞ നിരവധി ആളുകളുടെ കണ്ണീരെ ആളുകൾ അത് അറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ആ ശാപം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇത്തരം വേദനാജനകമായ മാനസിക അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആ അവസ്ഥാവിശേഷത്തിന് വിധേയനായവന്റെ പേരാ പാപി. അവൻ നിർവഹിച്ച പ്രവൃത്തിയുടെ പേരാ പാപം. കാരണം പാപം കേവലം അവനെ മാത്രം നശിപ്പിക്കുകയല്ല, ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നു, അതിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നു, അതിൻ്റെ വ്യവസ്ഥയെ മുഴുവൻ നശിപ്പിക്കപ്പെടുമ്പോൾ അവനും ഒരാഗ്രഹം, എനിക്കൊന്ന് മാറണം, എനിക്കിതിൽ നിന്നൊന്ന് വിമോചിതനാകണം. എന്താണ് വഴി? ഇതിൽ മാത്രമല്ല സുഹൃത്തേ, ഗുണ്ടാപ്പണിക്ക് പോകുന്നവനും അറിയില്ല ഞാൻ എന്തിനാണ് മറ്റൊരുവനെ കൊന്നത്. ചിത്രം കാണിച്ചതാ, ആൾ എവിടെയുണ്ടെന്ന് കാണിച്ചതാ, പൊക്കവും വണ്ണവും ഒക്കെ പറഞ്ഞതാ, ഞാൻ അവനെ തട്ടിയിട്ട് വരാ. ഒരിക്കൽ ഇവർ തമ്മിൽ വൈരാഗ്യമൊന്നുമില്ലേ, അവർ തമ്മിൽ കണ്ടിട്ടില്ലായിരിക്കാം ഇതിനു മുമ്പ്, അവർ തമ്മിൽ കുടുംബകലഹമില്ല, അവർ തമ്മിൽ അതിർതർക്കമില്ല. പക്ഷേ ഏറ്റെടുത്ത ജോലി ചെയ്യണം. നോക്കണം, ഈ മനുഷ്യൻ ഇന്ന് മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് ഈ ഡെഡ് ബോഡി പോകുമ്പോഴേ ഈ പണം വാങ്ങിക്കൊണ്ട് പോയിട്ട് ബിരിയാണി കഴിക്കുന്നവൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അവൻ ഈ ബിരിയാണി വാങ്ങിക്കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു ഓഹരി വീട്ടിലുള്ളവരും ഭക്ഷിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ മാത്രം നിലവിളിയല്ല, അവൻ്റെ മാത്രം ചോരയല്ല, അവൻ്റെ അമ്മയുടെ കണ്ണീര്, ഭാര്യയുടെ കണ്ണീര്, മക്കളുടെ കണ്ണീര്, അത് പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ ഇത്തരം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചില സ്ഥിതികളുണ്ട്. ഞാൻ ഒരു പ്രമുഖനായ ഒരു ഗുണ്ടയെ മരണസമയത്ത് കണ്ടു. അയാൾ ആ പണിയൊക്കെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നതാണ്.
അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? സ്തോത്രം. എല്ലാം എനിക്ക് പറയാൻ പരിമിതികളുണ്ട്, എങ്കിലും പറയാ. പ്രാർത്ഥിക്കാൻ നിന്നു, പേരൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചോദിച്ചു. ഒടുക്കം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ തട്ടിക്കളഞ്ഞ, നിങ്ങളിങ്ങനെ ഉപദ്രവിച്ച മനുഷ്യരില്ലേ, ഈ മനുഷ്യരാരും നിങ്ങൾക്ക് ഒരു രൂപ പോലും തരാനുള്ളവരില്ല, നിങ്ങളുമായി അതിരുതർക്കമില്ല, നിങ്ങളൊരു ചീത്ത പോലും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നറിയണ്ടേ? മറ്റൊരുത്തൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിങ്ങളൊരു നിശ്ചിത തുക പറഞ്ഞു. അന്നത്തെ ആ ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് ആക്രമിച്ചു, കാലൊടിച്ചു, കൈയൊടിച്ചു. ഇങ്ങനെയൊക്കെയുള്ളൊരനുഭവം ഞാനിതോട് ചേർത്ത് പറയാം. മറ്റൊന്നുകൂടി അത് പൂരിപ്പിക്കാം. എന്താണെന്നറിയണ്ടേ? ഒരിക്കലൊരു ജയിൽ ഞാൻ സന്ദർശിച്ചു. മിക്കവാറും ഞങ്ങൾ ഈ ജയിൽ മിനിസ്ട്രിയൊക്കെ ചെയ്യും. ആ ജയിൽ സന്ദർശിക്കുമ്പോൾ നമുക്കവിടെ കൗൺസിലിങ്ങിന് അവസരമുണ്ട്, പ്രസംഗിക്കാൻ അവസരമുണ്ട്. പ്രസംഗിച്ചു. അതിനു മുമ്പ് ഇവരോടൊന്ന് പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഈ കോറിഡോറിൽ ഇറങ്ങിയിരിക്കും. ഒരു ടി ആകൃതിയാണ് ആ സംവിധാനം. ഈ അഴിയൊക്കെ ഇവിടെ ഉണ്ട്, ഈ ഗേറ്റൊക്കെ വലിച്ചിടും. നമുക്കിവിടെ നിന്ന് അവരോട് സംസാരിക്കാം. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഞാനിവരോട് ചോദിച്ചു, സന്തോഷമാണോ? അവർ പറഞ്ഞ സന്തോഷമാണ്. ഇതിലൊത്തിരി അഹങ്കാരികളൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ട് ക്രിമിനൽസ് അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു, സന്തോഷം. ആട്ടെ, ഇന്നലെ എന്തായിരുന്നു ഭക്ഷണം? അപ്പോൾ അവർ ഇന്നലത്തെ ഭക്ഷണമൊക്കെ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് എന്താ കഴിച്ചേ? ആട്ടിറച്ചിയാന്നൊക്കെ പറഞ്ഞു. രാവിലെ എന്ത് കഴിച്ചു? ചപ്പാത്തിയാണ്. ഇത് കേട്ടിട്ടൊരു ബിരുദനം ചോദിച്ചു, ആട്ടെ ഇങ്ങോട്ട് വരാൻ പ്ലാനുണ്ടോ? പോലീസ് കടക്ക് പറഞ്ഞു. എന്നെപ്പോലുള്ള ഒരാൾ അവിടെ ചെന്നുകൂടായിയൊന്നുമില്ല, അതിനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഗാന്ധിജിയൊക്കെ കിടന്ന സ്ഥലമല്ലേ, നമുക്കവിടെ കിടക്കാം, പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, അത് വന്നുകൂടായിക്കൊന്നുമില്ല. കേട്ട് ഈ ഭക്ഷണത്തെപ്പറ്റി ഒത്തിരി പറഞ്ഞ് അവസാനം ഞാൻ ചോദിച്ചു, ആട്ടെ ഇന്നലെ രാത്രി നിങ്ങളുടെ അമ്മ എന്താ കഴിച്ചേ വീട്ടിൽ? ആട്ടിറച്ചിയാ? ഇന്നലെ ഉച്ചയ്ക്ക് നിങ്ങളുടെ മോള് നിങ്ങളിവിടോട്ട് വരുമ്പോൾ കണ്ടിട്ട് പോകുന്ന കുഞ്ഞില്ലേ, അവളെന്താ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചേ? അവൾക്കൊരു പാല് വാങ്ങി കൊടുക്കാൻ നിങ്ങളുടെ ഭാര്യ എവിടെയൊക്കെ അലഞ്ഞു കാണും, ഓർമ്മയുണ്ടോ? കുറേ കഠിന ഹൃദയർ കരയാൻ തുടങ്ങി. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, ഞങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നുള്ളൂ, അതിന് മതപരിവർത്തനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളിതൊക്കെ ചെയ്ത് നോക്ക്, മാറ്റം ഉണ്ടാവും. ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ അവരോടും പറഞ്ഞു. എന്താ ഇത് പറയാൻ കാരണം? ഈ അവരുടെ ഉള്ളിൽ അങ്കുരിച്ച ആ കണ്ണീരില്ലേ, കുറ്റബോധം. ഇതുപോലെ ഈ ഗുണ്ടയുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അയാൾ പറയാണ്, സാർ ഉറക്കം വരുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ ആ കൊന്നുകളഞ്ഞ മനുഷ്യൻ്റെ അവസാന നിമിഷത്തെ പ്രാണന് വേണ്ടി കെഞ്ചിയുള്ള ഒരു നോട്ടം സ്വപ്നത്തിൽ കാണുക, സ്വസ്ഥതയില്ല. ഒരു ഘട്ടം പറയാണ്, പിന്തിരിഞ്ഞോടിയിട്ടും പിന്നാലെ ഞങ്ങൾ 2-3 പേർ ചെന്നൊരുത്തനെ ആക്രമിച്ചു. കൊല്ലരുതേ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വാക്ക് കേൾക്കാൻ പറ്റില്ല. സ്വസ്ഥതയില്ല, സന്തോഷമില്ല, സമാധാനമില്ല. എന്തിനായി ജീവിതം? ഞാൻ എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞേ? എൻ്റെ സഹോദരന്മാരെ, ഇവിടെയാണ് നാം വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ സൗന്ദര്യം അതല്ലേ, അതിൻ്റെ മഹനീയത അതല്ലേ, അതിൻ്റെ ചൈതന്യം അതല്ലേ. ഹല്ലേലൂയ. ഇത്തരം കുറേ മനുഷ്യർ അന്ന് ഇസ്രായേലിലുണ്ട്. ആർക്കും വേണ്ടാത്ത സ്ത്രീകൾ, ആർക്കും വേണ്ടാത്ത ചുങ്കം പിരിവുകാർ, ആർക്കും വേണ്ടാത്ത മത്സ്യത്തൊഴിലാളികൾ. പല കാരണങ്ങളാണ്. ചുങ്കം പിരിവുകാരൻ ചെയ്യുന്നത് ഗുണ്ടാപ്പണിയാ. അവൻ അതിശക്തമായി ആക്രമിച്ച് കയ്യിലുള്ളതൊക്കെ പിടിച്ചു മേടിക്കുക, യാതൊരു കരുണയുമില്ല. എന്താ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം? ആ സഹോദരങ്ങൾ മോശപ്പെട്ടവരായിട്ടല്ല, മറിച്ച് അവർക്കൊരു നല്ല വസ്ത്രം ധരിക്കാൻ സമയമില്ല. രാവിലെക്കോളം അവർ കടലില്ല. ആ കടലിൽ നിന്ന് കയറി വരുന്നവൻ്റെ ശരീരത്തുള്ള മത്സ്യഗന്ധമില്ലേ. ഇത് പരിഷ്കാരികളെന്ന് കരുതുന്ന മനുഷ്യർ അധ്വാനിച്ച മനുഷ്യൻ്റെ ആ ഗന്ധത്തിന് വില കൽപ്പിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സമൂഹം മാറിയിട്ടുണ്ട് നല്ലത്. പണ്ടങ്ങനെയല്ല. ഇവരെ പറ്റി പിറുവിറുക്കുക, അവരെ വേണ്ട. ഇനിയുണ്ട് ആട്ടിടയന്മാരെ, ആഴ്ചകൾ അവർ ഫീൽഡില്ല, അവരോട് ആർക്കും ബഹുമാനമില്ല, ആദരവില്ല, സന്തോഷമില്ല. വിധി കൊണ്ടുവന്നൊരു സ്ത്രീയെ മോശപ്പെട്ട സ്ത്രീയാക്കി. അവൾ ഒറ്റയ്ക്ക് തുനിഞ്ഞതല്ലല്ലോ, അവളല്ലല്ലോ കുറ്റവാളി, അവൾ മാത്രമല്ലല്ലോ. രക്ഷപ്പെടാൻ വഴിയില്ല. ജോലിക്കാരും വിളിക്കില്ല. ആര് വിളിക്കാൻ? ഒരു വീട്ടിൽ നിർത്താൻ പറ്റില്ല. ഈ സ്ത്രീ അവിടെ ഉണ്ട്. അവർക്ക് ആവശ്യം നമുക്കിത് എത്രയും പെട്ടെന്ന് തീർക്കണേ. ഗുരു, ഞങ്ങൾ കൃത്യം കണ്ടതാ, ഇവൾ ചെയ്ത തെറ്റൊക്കെ പിടിച്ചതാ. ഇനി ഒറ്റ വഴി, മോശയുടെ ന്യായപ്രമാണത്തിൽ പറയും പോലെ
നമുക്കിവിടെ കല്ലെറിയണം. എറിയാൻ വിരുദ്ധന്മാർ കാത്തു നിൽക്കുക. കല്ലെടുത്തു. ശിക്ഷയൊന്നും യേശു നിഷേധിച്ചില്ല. ന്യായപ്രമാണം പോലെ തന്നെ പോട്ടെ, എറിഞ്ഞു. എറിയും മുമ്പൊരു കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയണം. അനുവാദം തന്നിരിക്കുക. ആ അനുവാദം ഇത്രയും നാളും കിടന്നിട്ടും കൈവങ്ങാത്തത് എന്തുകൊണ്ടാണ്? ഏതോ ചില കുറവുകൾ എല്ലാ മനുഷ്യനെയും ഭരിക്കുന്നു. ആ അപൂർണതയുള്ളവരാ മനുഷ്യരെ ഇത് വെച്ച് നമ്മൾ സമൂഹത്തെ ട്രീറ്റ് ചെയ്യണ്ടേ? എന്തുപറ്റി? ഒടുക്കം ഈ സ്ത്രീ ഏറ് കൊള്ളാൻ കാത്തു നിൽക്കുക. ആ രംഗം ഒന്നാലോചിച്ച്, എത്ര ഭീകരമാണ്! കല്ലെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കൽക്കൂന കൊട്ടുന്ന നിമിഷങ്ങൾക്ക് കാത്ത് കാത്ത് കാത്തു നിൽക്കേ. ആരും അറിയുന്നില്ല. യേശു കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാണ്. എല്ലാവരും പോയപ്പോൾ ഈ ഗുരു ചോദിക്കുക, മകളെ വന്നാട്ടെ. ആരും കല്ലെറിഞ്ഞില്ലല്ലേ? ഇല്ല. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ചേർത്ത് പൂരിപ്പിക്കാം. പിണങ്ങലിൽ ഇന്നത്തെ കാലത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചോദ്യം ജനങ്ങളിൽ നിന്ന് വന്നു. യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷെ പിടിച്ച് ചെയ്യുന്നില്ലെന്ന് വെച്ചതാണോ? നമ്മുടെയൊക്കെ കൂട്ട് തന്നെ അങ്ങനെയാണോ? അതോ നാച്ചുറലി പാപം ചെയ്യാമായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചതാണോ? അതോ പാപം ചെയ്യാൻ നേരം ഈ കൃപ വന്നിട്ട് അതിനെ മാറ്റിയതാണോ? ഒറ്റവാക്കി പറയാം, യേശുവിന് പാപം ചെയ്യാൻ സാധിക്കില്ല, കഴിയില്ല. അപ്പം നമ്മൾ ചോദിക്കും, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായി സുവിശേഷം 4 കാണുക, പിശാച് അവനെ പരീക്ഷിച്ചു. അപ്പം അതെങ്ങനെ നോക്കുന്നത്? പറയാം. ഈ പറയുന്നത് രാഷ്ട്രീയം അന്തരിക്കല്. നമ്മുടെ നെഹ്റുജിയുടെ സ്വന്തം ഭൂമിയിൽ 27 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നാ കണക്ക്. 27. അത്രയും സമ്പന്നനായിരുന്നാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലൊരു കേസ് വന്നു അടുത്ത കാലത്ത്. അദ്ദേഹം സോണിയാജിയുമില്ല എന്തോ തട്ടിപ്പ് നടത്തിയെന്ന്. ഞാൻ വ്യക്തിപരമായി അങ്ങനെ അദ്ദേഹം ഒരു തട്ടിപ്പ് നടത്തിയായിട്ട് വിശ്വസിക്കുന്നില്ല. എനിക്കങ്ങനെ വിശ്വസിക്കുന്ന തടസ്സമൊന്നുമില്ലല്ലോ, കരുതുന്നില്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ യോജിക്കുന്നതുകൊണ്ടല്ല, വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും സമ്പന്നത ഉള്ള പശ്ചാത്തലത്തിലുള്ളൊരു മനുഷ്യനെ അങ്ങനെ ചെയ്തോ എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ല. മറ്റൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ സുനിൽ പാസ്റ്റർ അധ്യക്ഷനാണല്ലോ, ക്ഷമിക്കണം. സുനിൽ പാസ്റ്റർ രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്, സാറേ, പത്തനാപുരത്ത് അല്ലെ പുനലൂർ റോഡരികിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ സാറിന് തരാൻ പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുമോ? അദാനി വരുമോ ഇത് വാങ്ങാൻ? 5 സെൻറ്റ് അംബാനി വരുമോ? ഉദാരതയുള്ളൊരു മനുഷ്യനാ. പക്ഷേ ഇതേ ചോദ്യം സുൽപാഷക്ക് ധൈര്യമുണ്ട് എന്നോടൊന്ന് ചോദിച്ചു നോക്കി, ഞാൻ കളി കാണിച്ചു കൊടുക്കാം, ഞാൻ വെല്ലുവിളിക്കുക. കാരണം എന്താ? കാരണം ഇത്രേ ഉള്ളൂ, നമുക്ക് ഇത് വലിയ കാര്യം. നീ 5 സെൻറ്റ് വഴിയരിയില്ലേ? ആയിരക്കണക്കിന് പോർട്ട് സ്വന്തമുള്ള അദാനിക്ക് 5 സെൻറ്റ് നമ്മുടെ എന്തിനു വേണം? മനസ്സിലായില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തിനു വേണം ഇത്? നമ്മുടെ പൊളിറ്റീഷ്യന്മാരൊക്കെ കൊടുക്കുക, അതിർത്തോ കുഴപ്പമൊന്നുമില്ലാതെ. എല്ലാവരെയും പറ്റിയാണ് പറയുന്നത്. അല്ലെ മോഡിജിക്ക് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്ന ഈ സാധനം? വേണ്ട, ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ എന്തോന്ന് കാട്ടിയാന്ന് പരീക്ഷിക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ കൊടുക്കുന്ന ഭൂമിയാ, വിലപിടിപ്പുള്ള വാച്ച, സ്വർണ്ണ പരീക്ഷിച്ച് എന്ത് കാണിച്ചാൽ യേശു വീഴും. കടുകുമണി വലിപ്പമുള്ള ഭൂമിയുടെ അറ്റത്തിരുന്നുകൊണ്ട് വീണെന്നെ നമസ്കരിച്ച ഇതൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഫലിതമല്ലേ, കോമഡിയല്ലേ? ഇത് സൃഷ്ടിച്ചവനോടാ പറഞ്ഞു ഇത് തരാമെന്ന് നമസ്കരിച്ച. അങ്ങനെയെങ്കിൽ അല്പം കൂടെ കടത്തി പറയാം. യേശുവിനെ പരീക്ഷിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കായിരുന്നു. സുന്ദരിയായൊരു സ്ത്രീ യേശുവിനെ ആകർഷിച്ച സൗന്ദര്യ വലയത്തിൽ വീഴിച്ച് യേശുവിനെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുമായിരുന്നു. ഏത് സുന്ദരിക്കാണ് യേശുവിനെ ആകർഷിക്കാൻ കഴിയുക? സാധിക്കില്ല. അതിൻ്റെ കാരണം തെറ്റുകാരി എടുക്കുക, കുറ്റവാളി എടുക്കുക.
ഒരു കുടം കുറ്റവാളി, അത്തരം ഒരു സ്ത്രീ, ഒരഭിസാരിക, കടത്തി പറയാം. ആ സ്ത്രീ നോക്കിയാൽ യേശുവിനെ വശീകരിച്ചൊപ്പം നിർത്താൻ പറ്റാത്ത എന്താണെന്ന് അറിയണ്ടേ? ആ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നെന്ന് കുട്ടിയോ, ഇതുവരെ കിട്ടാത്തൊരു പരിഗണന യേശുവിന് നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇവിടെ പെൺകുട്ടികളുള്ള അപ്പന്മാരുണ്ടല്ലോ. പെൺകുട്ടികളുള്ള അപ്പന്മാർക്കൊരു കാര്യം അറിയാം, മക്കളെത്ര പ്രായമായാലും അവർക്ക് വലിയൊരു ഇഷ്ടമുണ്ട് നമ്മളിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. മക്കളിഞ്ഞ് വന്നേ, അപ്പനെന്ന് തൊടുന്ന വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട സ്ത്രീക്കും യേശു എന്ന് തൊട്ടാൽ പിതൃസഹജമായൊരു വാത്സല്യമാണ്, ജ്യേഷ്ഠൻ്റെ കാരുണ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ പാപിയായ സ്ത്രീ ഏറുകൊണ്ട് ചാകാൻ തുടങ്ങുമ്പോൾ, ഏറ് നിർത്തി ആളുകൾ മടങ്ങുമ്പോൾ പറയാ, കുഞ്ഞിഞ്ഞു വാ, ഇവിടെ നിൽക്ക്, പറയൂ. ആരും കല്ലെറിഞ്ഞില്ലല്ലോ, ഇല്ല. ഇന്ന് മുതൽ നിൻ്റെ ജീവിതം മാറുക, ശിക്ഷയിൽ നിന്നെല്ലാം നീ ഒഴിഞ്ഞിരിക്കുക, നിന്നെ ആരും ഇനി ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കുക, ഞാനും നിന്നെ കുറ്റം വിധിക്കില്ല. കുറ്റം വിധിക്കാൻ വന്നവനല്ല യേശു. ഈ സ്ത്രീക്കും പരിശുദ്ധി കൽപ്പിച്ച് മടക്കാൻ. ലോകത്തിലൊരു പ്രത്യയശാസ്ത്രത്തിനും ഈ സ്ത്രീക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവളെ കന്യകയെപ്പോലെ പരിശുദ്ധയാക്കാൻ കഴിയുന്ന ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അത് നസ്രായനായ യേശുവിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. ഒരു കന്യകയെപ്പോലെ അവളെ നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ച് ഒരു സ്പിരിച്വൽ ട്രാൻസ്പ്ലാന്റേഷൻ യേശു റിഫോം ചെയ്തു. യേശു മാറ്റിയെടുത്തു, സർവസ്വവും മാറ്റിയെടുത്തു. അതിനൊരു മറുവശം ഞാൻ പറയാം. ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു, സാക്ഷ്യമൊക്കെ പറഞ്ഞു. മുഴുക്കുടിയനായിരുന്നു. ഒന്നാമത് ഈ കുടിയന്മാർ വാചാലമായി പറയുന്ന സാക്ഷ്യം കേട്ടൊന്നും അത്ഭുതപ്പെട്ടു പോവില്ല. പിന്നെ ഇയാളെ കൊണ്ടിങ്ങനെ നടക്കുക. ഈ കുടിയൻ പണ്ടത്തെ കുടി നിർത്തിയ കഥ കേൾക്കാൻ നമ്മളിരിക്കുക. വചനം പറയേണ്ട സമയത്തല്ല, അയാൾ ബാറിൽ കയറി കുടിച്ച കഥയില്ല പറയുക. ഇത് കേട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, ഞാനിനി ആ പഴയ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ, പഴയ കൂട്ടുകാരോടൊപ്പം സഹകരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കതിന് നേരമൊന്നുമില്ല. നീ അങ്ങോട്ട് പോകുന്ന നോക്കിയിരിക്കണോ, എനിക്കെൻ്റെ കാര്യം നോക്കി നടത്തണോ? ഇതിനൊന്നും നേരമില്ല. ഈ കൊട്ടേഷനൊന്നും ആരും പിടിക്കില്ല. കാരണം ഇവൻ രക്ഷിക്കപ്പെട്ടവനല്ല. പിടിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടവും പിറ്റേന്നും അതുവഴി പോകുന്നു, പഴയ കൂട്ടുകാരെയൊക്കെ കാണുന്നു. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയണ്ടേ? ആ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ എന്തോ തരത്തിൽ അവനെ ക്ഷണിച്ചാലും പറയും, സ്നേഹിത, ഇതിലും വലിയൊരു വീര്യം ഞാൻ ഉയരത്തിൽ നിന്ന് ആസ്വദിച്ചു. ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വാ, എന്നെ രക്ഷിച്ചവൻ നിന്നെയും രക്ഷിക്കാൻ ശക്തനാ, വിടുവിക്കാൻ ശക്തനാ, രൂപാന്തരപ്പെടുത്താൻ ശക്തനാ. ഇത് പറയാൻ അവൻ ആർജവമുള്ളിടത്തോളം അവന് പാപം ചെയ്യാനാവില്ല, തെറ്റിലേക്ക് പോകാനാവില്ല, വീണ്ടും കള്ളു കുടിക്കാനാവില്ല, ആ വഴി മാറാൻ കഴിയില്ല. കാരണം ക്രിസ്തുയേശുവിനോടുള്ള ഗാഢമായ ബന്ധവും ലഹരിയെ വെല്ലുന്നൊരു ലഹരിയാന്നീ. ഹൃദയാന്തര ഭാഗത്ത് കിട്ടുന്ന ഒരു സാന്ത്വനമാണെന്നേ, അതൊരു അനുഭവമാണെന്നേ. അത് വിട്ടിട്ട് പിന്നെയും ഞാൻ പഴയതുപോലെ പോകാൻ ഇരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഇന്നും അതിനോടുള്ള താല്പര്യം കുറഞ്ഞില്ല. അവൻ മയം വന്നേ ഉള്ളൂ, നാളെയും കുടിക്കും. വിശ്വസിക്കില്ല സാക്ഷിയൊന്നും. അതിലൊന്നും നമ്മൾ കണ്ടിട്ട് എരിവ് കൊള്ളണ്ട. കാരണം യഥാർത്ഥ മാനസാന്തരപ്പെട്ടവൻ എന്നേക്കുമുള്ള വിട. അതുവഴി പോകുമ്പോൾ പിന്നെ അവനെ ആ ബോർഡ് ആകർഷിക്കില്ല. കുടിച്ചു ബോധം കെട്ട് വഴിയിൽ കിടക്കുന്നവനെ കണ്ട് അവനോട് സഹതാപം തോന്നി പ്രാർത്ഥിക്കും. അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ആ കൃപയത്. അപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ഇതിനുള്ളത് സക്കയ്യ. ഇതുപോലെ കുറേ മനുഷ്യരാ. സക്കായിക്ക് സമൂഹത്തിൽ വിലയില്ല, നിലയില്ല, അംഗീകാരമില്ല. ആരുണ്ട് എനിക്കെന്നുള്ള ചോദ്യമാണ്. അവഗണിക്കപ്പെട്ട ആളാ. അവനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഞാൻ അയാളെ എപ്പോഴും ഓർക്കും. അതൊക്കെ ഇത്രയും ആഗ്രഹിച്ചുള്ളൂ. പണമുണ്ട്, ആവശ്യത്തിന് വണ്ടിയുണ്ട്, അന്നത്തെ കുതിര വണ്ടിയൊക്കെ ആകും. മക്കളൊക്കെ നല്ല പഠിപ്പിലേക്കാണ്. പക്ഷെ അയാൾക്ക് ഒരാഗ്രഹമുണ്ട് മക്കളെക്കുറിച്ച്. സംഗതിയൊക്കെ കൊള്ളാം, നീ ഈ തൊഴിൽ ചെയ്യണ്ട കേട്ടോ. കാരണം അപ്പൻ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ശാപമുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ശാപമുണ്ട്. ഈ വേദനിക്കുന്ന പ്രിയപ്പെട്ടവനെ കണ്ട് ഭാര്യ അന്നും പറഞ്ഞു കാണും, ഭാരപ്പെടാതെ നീ, നമുക്കിതൊക്കെ ഉപേക്ഷിച്ചിട്ടൊരു നല്ല ജീവിതം കിട്ടും. അയാൾ അന്നേ ചിന്തിക്കുന്നുണ്ട്, എനിക്കിതൊന്ന് താത്തു വെക്കണം, ഈ പാപം ഒന്ന് ഇറക്കി വെക്കണം,
ഇതെന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക. എനിക്കൊന്ന് മാറണം, എനിക്കൊന്ന് ഉണരണം. അതല്ലേ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൂരത്തും വഴിയരിലുമൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ ആഗ്രഹമില്ലേ? ഈ അധോലോകത്തിൽ നിന്ന് വേർപിരിയണം, ഈ കഞ്ചാവ് കച്ചവടത്തിൽ നിന്ന് വേർപിരിയണം, മദ്യാസക്തിയിൽ നിന്ന് വേർപിരിയണം, എവിടെങ്കിലും കൊണ്ടൊന്ന് ഇറക്കി വെച്ചിട്ട് എനിക്കെൻ്റെ വഴിക്ക് പോകണം. ആഗ്രഹിച്ച് വരുമ്പോൾ ഇരട്ടി ശക്തിയോടെ തന്നെ പിടിക്കുന്നു, അതെന്നെ ഞെരുക്കുന്നു, അതെന്നെ ഒതുക്കുന്നു. രക്ഷയില്ല. ഇതിൻ്റെ പേരാ ബന്ധനം. മനസ്സിലാകുന്നുണ്ടോ? ഇതാ ബന്ധനം, ബന്ധിക്കപ്പെട്ട അവസ്ഥ. നോബഡി ക്യാൻ സേവ് യു. ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിയമം നിങ്ങളെ വരിഞ്ഞു കിട്ടും, നിങ്ങളുടെ കയ്യിൽ കയ്യാമം വെക്കും, നിങ്ങൾ അകത്തു പോകേണ്ട സ്ഥിതി വരും. ഒരിക്കലും ആ ജയിൽ തകർന്നാൽ പോലും പുറത്തു വരാനാവാത്ത സ്ഥിതി വരും. പുറത്തിറങ്ങിയാലും അവഹേളിക്കപ്പെടും. നിർണായകങ്ങളായ ഓരോ കേസും വരുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വരും. എന്താ കാരണം? നിങ്ങൾ കുറ്റവാളി എന്ന് ചാപ്പ കുത്തൊക്കെ വിട്ടു കഴിഞ്ഞു. രക്ഷയില്ല. നന്നാകാൻ ശ്രമിച്ചാലും രക്ഷയില്ല. കാരണം ആരുടെയും കുറ്റമല്ലെന്നേ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന ഈ പാവപ്രകൃതം വീണ്ടും ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്നുള്ള ഒരു ബോധം സമൂഹത്തെ ഭരിക്കുന്നു, പോലീസിനെ ഭരിക്കുന്നു, സംവിധാനത്തെ ഭരിക്കുന്നു. അതുകൊണ്ട് ഭയന്ന പറയുന്ന നീ ഇവിടെ വരണം, ഒപ്പിടണം. ആ ഉത്സവവേളയിൽ മറ്റൊരു സ്ഥലത്ത് ഗാനമേള നടക്കുന്നിടത്ത്, കൺവെൻഷൻ നടക്കുന്ന ഇടത്ത് ഒക്കെ നിന്റെ ആ പ്രവണതകളെ പോലീസ് ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുക. പിണങ്ങിയിട്ടല്ല സുഹൃത്തെ, ഒരു സമൂഹത്തെ അവർക്ക് രക്ഷിച്ചേ പറ്റൂ. എന്താണ് നിന്റെ ലക്ഷ്യമെന്നറിയില്ല. അതുകൊണ്ട് മുൻകൂട്ടി അറസ്റ്റ് ചെയ്യും, ഇലക്ഷൻ വരുന്നതിന്റെ മുമ്പിൽ അറസ്റ്റ് ചെയ്യും. കാരണം ആ മദ്യവെച്ച് നീ പ്രശ്നമുണ്ടാക്കും, നിന്നെ ഭയമാ സമൂഹത്തിന്, അതുകൊണ്ട് അകത്തിടും. ഇങ്ങനെയുള്ള കുട്ടികൾ ഈ മനുഷ്യനുണ്ടെന്ന് കരുതുക. ആ കുഞ്ഞ് വഴിയിലൂടെ പോകുമ്പോൾ സമൂഹത്തിൽ എന്താ വില, എന്താ സ്വീകാര്യത? ക്ലാസ്സിൽ മിടുക്കിയായൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നീറ്റ് എക്സാമൊക്കെ പാസ്സായി. അത്രയും മാർക്കില്ലാത്ത ബാർ മുതലാളിയുടെ കുട്ടി, അതിൻ്റെ 4 അയലത്ത് വരാൻ കഴിയാത്ത മിടുക്കും പ്രാഗൽഭ്യമില്ലാത്ത കുട്ടിക്ക് ഇത്രയും പണം കൊടുത്ത്, കോഴ കൊടുത്ത് സ്ഥാപനത്തിൽ പോയി പഠിച്ച് അവൾ ഡോക്ടറാകുമ്പോൾ കഴിവുള്ളൊരു പെൺകുട്ടിയുടെ അവസരം നഷ്ടപ്പെട്ടു. അവൾ കരയുക, അവൾ ദുഃഖിക്കുക, അവൾ വേദനിക്കുക. അപ്പോഴൊക്കെ ഈ കൊച്ചുപെണ്ണിൻ്റെ മനസ്സിലെ ചിന്ത എന്താ? ഈ മദ്യം മണക്കുന്ന അതിൻ്റെ ഗന്ധമുള്ള ഒരു സ്റ്റെതസ്കോപ്പാണ് മറ്റവൾ തൂക്കിയിരിക്കുന്നത്. കഴിവുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ അവളും വന്നു. നിങ്ങൾ പ്രഗത്ഭയല്ലാത്തത് കൊണ്ട് തന്നെ കുറിച്ച മരുന്ന് തെറ്റാ, ചെയ്യുന്ന ഓപ്പറേഷൻ തെറ്റാ. കാരണം അതിൽ കഴിവുള്ള ഒരാളെ അവഗണിച്ചിട്ടാ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നത്. ഇവിടേക്ക് കയറി വന്നത് അങ്ങനെയാ, നേരായ വഴിക്കല്ല വന്നത്, കൃത്യമായ വഴിക്കല്ല വന്നത്. അതിന് 100 പ്രശ്നങ്ങളാ. ഇത് മുഴുവൻ ശാപമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സക്കായി ചിന്തിച്ചു. കല്യാണ സ്ഥലത്ത് എന്നാൽ എന്നെ ആളുകൾ ഇങ്ങനെ നോക്കുക, കൊളരാതിരുത്തൻ. വീട്ടിലേക്കൊരു വിവാഹ ആലോചന വന്നാൽ എൻ്റെ ഈ തൊഴിലൊരു പ്രശ്നമാണ്, സമൂഹം എന്നെ സ്വീകരിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ 100,000 ചോദ്യങ്ങളോടെ പോയ ഒരുത്തൻ അന്ന് തീരുമാനിച്ചു, ഇങ്ങനെ യേശു എന്നൊരാളെ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാം, ഇത് കണ്ടാൽ മതി. അദ്ദേഹം ഒരു മരത്തിൽ കയറിയിരുന്നു എന്നാണ്, അത്തിമരത്തിൽ ഇരുന്നു കൊണ്ട് താഴെക്കൂടി പോകുന്ന യേശുവിനെ ജസ്റ്റ് ഒന്ന് കാണുക. അത്രയുള്ളൂ. മുമ്പേ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഉള്ള ഒരു തൃപ്തി, അതിൽ പരമൊന്നുമില്ല. ഒന്ന് കാണുക, കാണാനാണ് ആഗ്രഹിച്ചത്. യേശു ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നു, അവിടെ നിന്നു. കൂടെ വന്ന ജനാവലിക്കൊന്നും ഈ നിൽപ്പിൻ്റെ അർത്ഥമറിയില്ല. അവരും അങ്ങ് നിന്നു. ഈ നോട്ടം പതിക്കുന്നത് മുകളിലേക്കാണ്, മറ്റാരും അങ്ങോട്ട് നോക്കുന്നുമില്ല. ഈ തിരക്കിൽ എന്തിനാ മരത്തിലേക്ക് നോക്കുന്നേ? പക്ഷേ യേശു നോക്കി. എന്താ കാര്യം തരണ്ടേ? ഈ നോട്ടം ഇന്ന് തീരുമാനിച്ചതല്ല. യുഗങ്ങൾക്കപ്പുറത്ത് അമ്മയുടെ ഉദരത്തിൽ പിന്നാകാരമാകും മുമ്പ് നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ അവയൊക്കെ നിന്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിൻ വരില്ല. ഞാനിരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നീ അറിയുന്നു. എൻ്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. ഈ കർത്താവ് എന്നിട്ട് വിളിച്ചു, സക്കായി വേഗമിറങ്ങി വാ. ഒരു വിളിയാ. തെറ്റ് ചെയ്ത മനുഷ്യനെ പോലീസ് വിളിച്ചാൽ, കോടതി സമൻസ് അയച്ചാൽ, വേണ്ട ഒരു കൊച്ചുകുട്ടി തെറ്റ് ചെയ്തു, അപ്പൻ വന്നു എന്നറിഞ്ഞാൽ ഒരു ഭയം അവനെ അലട്ടും. അങ്ങനെയല്ലേ? ഞാനൊക്കെ വീട്ടിൽ രാത്രി വളരെ ലേറ്റായിട്ട് ചെല്ലുന്ന ആൾക്കാരാണല്ലോ. കുട്ടികൾ ഒക്കെ മുതിർന്നു. ചെറിയ കുട്ടിയായിരിക്കും, മോന് എന്തെങ്കിലും കുസൃതി ചെയ്താൽ ഉറങ്ങാതെ കിടക്കുന്ന അവനറിയാം അമ്മ
പപ്പാടെ അടുത്തതെല്ലാം പറയുമ്പോൾ ഉള്ള പ്രതികരണം എന്താ? ഉറക്കമില്ല. നമ്മൾ ചെല്ലുന്നു, വിളിക്കുന്നു, എന്തുകൊണ്ട്? ഒന്നുമില്ല. നീ എന്നാ ഉറങ്ങാത്ത? ഒന്നുമില്ല. വൈഫ് പറയുന്ന അവനിന്ന് കഴിച്ചില്ല. എന്താ കഴിക്കാഞ്ഞേ? അതെ, വേണ്ട. മോൻ വന്നേ, പറ, പാപ്പാടെ അടുത്ത് പറ, തുറന്നു പറ. ഒന്നും പറയാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക. പപ്പായ്ക്കൊരു പ്രശ്നമുണ്ട്, എല്ലാ പപ്പായ്ക്കും ഒരു പ്രശ്നമുണ്ട്. പപ്പായുടെ മുമ്പിൽ ചപ്പാത്തി വെച്ചു, ചായ വെച്ചു, മോള് കഴിക്കുന്നില്ലേ, മോൻ കഴിക്കുന്നില്ലേ, പപ്പ കഴിക്കാൻ പറ്റില്ല, ഒരു പീസ് പോലും കഴിക്കാൻ പറ്റില്ല. അപ്പാടെ അടുത്തിരി, അവൻ കഴിക്കില്ല, അവൾ കഴിക്കില്ല. അവസാനം കാരണം പറ. ഇപ്പോൾ വൈഫ് പറയും, ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. പറ. ഇങ്ങനൊരു കുസൃതി ഇവിടെ നടന്നു. അപ്പോൾ കുഞ്ഞ് പ്രതീക്ഷിക്കുക, ഇങ്ങനെ കരയാൻ കാത്തിരിക്കുക, അടി പ്രതീക്ഷിച്ചിരിക്കുക, മുഖഭാവം മാറുന്ന പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൻ പറയാണ്, അത്രേ ഉള്ളോ, പോട്ടെ, സാരമില്ല, അപ്പം പരിഹരിക്കാം. കുഞ്ഞ് വന്നിട്ടെന്ന് പറയുമ്പോൾ പൊട്ടിയൊരു കരച്ചില്ലേ മകന്? മകളൊരൊറ്റ കരച്ചിൽ. എന്തിനാ? ശിക്ഷ പ്രതീക്ഷിച്ച ഇടത്തെ ഒരു കാരുണ്യം. ഇങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നേ. വിളിച്ചെന്തിനാ? അടി തരാനാന്നാ ഓർത്തെ. അടിക്കും, ശിക്ഷിക്കും. ശിക്ഷയ്ക്ക് അർഹനാ ഞാൻ. കുറ്റം ചെയ്ത് ഞാൻ ശിക്ഷയ്ക്ക് അർഹനായിട്ടാ ഇവിടെ വന്നേ. നിങ്ങളും അങ്ങനെ വന്നേ, ദൈവസന്നിധിയില. ഇന്നല്ലട്ടാ, അടുത്ത് വന്നപ്പോൾ പറയാ, വാ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവ് വിളിച്ചു, വാ, താഴേക്കിറങ്ങ്. സക്കായി വേഗത്തിൽ ഇറങ്ങി വന്നു. സക്കായിക്കൊരാഗ്രഹമുണ്ട്, ഗുരു, നീ എന്നെ ശിക്ഷിക്കണം, നീ എന്നെ വഴക്ക് പറയണം, നീ എന്നെ തല്ലണം, നിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നമ്മുടെ ശിരസ്കനായി ഞാൻ തിരുമുമ്പിൽ നിൽക്കുകയാണ് ഗുരു. ഇതാ മനസ്സ്. ആ ചാപ്റ്റർ തുറക്കാതെ യേശു പറയുകയാണ്, ഇന്നേ നിൻ്റെ വീട്ടിലാണ് എൻ്റെ ഭക്ഷണം. നിൻ്റെ വീട്ടിലാണ് ഭക്ഷണം. അതിന് പറയണമെന്നുണ്ട്, ഗുരു വരല്ലേ, എൻ്റെ ഭക്ഷണം അശുദ്ധമാണ് ഗുരു. അതെങ്ങനെ അശുദ്ധം എന്നറിയണ്ടേ? പാകപ്പെടുത്തിയപ്പോഴോ അശുദ്ധ മൃഗത്തെ പാകം ചെയ്തുകൊണ്ടല്ല, നൂറുകണക്കിന് ആളുകളുടെ കണ്ണീര് ആ ഭക്ഷണത്തിലുണ്ട്. ആ ചപ്പാത്തി കൊള്ളില്ല ഗുരു, ആ ചായ കൊള്ളില്ല ഗുരു, ആ ചിക്കൻ കൊള്ളില്ല ഗുരു. കാരണം ഞാൻ വീട്ടിലിത് ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കേണ്ട അർഹതപ്പെട്ട നിരവധി കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അവരൊക്കെ തന്നെ ചൂടുവെള്ളം കുടിച്ച് വീട്ടിൽ ഉറങ്ങിക്കിടപ്പുണ്ട്, പട്ടിണി കിടപ്പുണ്ട്. എൻ്റെ കൂടെ നീ ഇത് കഴിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഗുരു, ചിന്തിക്കാൻ പറ്റുന്നില്ല ഗുരു. ഈ ഗുരു അങ്ങനല്ലെന്നേ. അവൻ നിന്നെ തൊട്ടാൽ, അവൻ ആ ഭക്ഷണം കഴിച്ചാൽ നിന്റെ പൂർവകാല പാപവും ഇപ്പോഴുള്ളതും ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതുമനുഷ്യനാക്കി തീർക്കുന്ന ദിവ്യ ഔഷധമാ നസ്രയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതാ ഞങ്ങൾ ഈ ഗ്രാമത്തോട് പറയുന്നേ, ശുദ്ധമാക്കുന്ന സുവിശേഷം. കണ്ട നാട്ടുകാരൻ പറയാ, ഈ യേശു എന്തൊരു മനുഷ്യനാ. ശരി, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോയി. ഞങ്ങളുടെ പ്രതീക്ഷ നാട്ടിൽ കൊള്ളാവുന്ന മനുഷ്യരെയൊക്കെ ചേർത്തൊരു സംഘടന ഉണ്ടാക്കി മാന്യന്മാർക്ക് മാത്രം കൂടാൻ പറ്റുന്ന ക്ലബ്ബൊക്കെ സൃഷ്ടിച്ച് അവിടെ അന്തസ്സുള്ള ആളുകളെ മാത്രം ഇരുത്തി കുലീനത്വമുള്ളവനെ കൂട്ടത്തിലിരുത്തി ഒക്കെ പോകുന്ന ഓർത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൂടെ കൂട്ടിയ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടില്ലേ? ഒരു വല്ലാത്തൊരുത്തൻ. കഴിഞ്ഞ ആഴ്ച ചെന്ന് യേശു സഹകരിച്ച വീട് കണ്ടില്ലേ? പാപിയായ ഒരു സ്ത്രീ കല്ലെറിയാൻ വിധിക്കപ്പെട്ടെ. അതിനുമുമ്പ് യേശു ഇങ്ങോട്ട് കൊണ്ടുവന്ന മത്തായിയെ കണ്ടില്ലേ? ഇതുപോലൊരു ചുങ്കക്കാരൻ. പക്ഷെ കഷ്ടം, ഇതെന്തൊരു പോക്ക. അവനെ പാപി പാപി എന്ന് വിളിച്ച് സമൂഹം ഇങ്ങനെ പിറുപിറുക്കുന്ന ഘട്ടത്തിൽ അടുത്തൊരു കാര്യം കണ്ടു. അതെന്താണെന്നറിയണ്ടേ? ഇവരെല്ലാം പറയാ, സക്കായി ഒരു കുടില തന്ത്രജ്ഞൻ, സക്കായി ഒരു പാപി, ചുങ്കക്കാരൻ, അഴിമതിക്കാരൻ. ഈ വാക്കുകളുടെ ആ സ്ഥിരമായ പ്രവാഹം ഇങ്ങനെ ഒലിച്ചിറങ്ങുക, ലാവ പോലെ ചുട്ടുപഴുത്ത വാക്കുകൾ കൊണ്ട് അവരാക്രമിക്കുമ്പോൾ യേശു പറയുക, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകയാൽ. ലോകം പറയുന്ന പോലല്ല, നിന്റെ വിലാസം മാറ്റാൻ കഴിയുന്നവൻ,
ആ സ്ഥിതിഗതി മുഴുവൻ മാറ്റാൻ കഴിയുന്നവൻ, കുടുംബചരിത്രം മുഴുവൻ മാറ്റാൻ കഴിയുന്നവൻ, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ത്യാഗങ്ങളെ മുഴുവൻ അടിമുടി പരിഷ്കരിക്കാൻ കഴിയുന്നവൻ, അതിൻ്റെ ആകത്തുകയെ കൂടുതൽ കരുത്തോടെ തിരിച്ചു തരാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യമാ നമ്മെ ഇന്ന് പരിഷ്കരിക്കുന്നത്, നമ്മെ മാറ്റിമറിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സക്കായി ഇറങ്ങി വരുമ്പോൾ പറയുക, ഞാൻ എൻ്റെ ഭൂസ്വത്തിൻ്റെ പാതി ദരിദ്രർക്ക് കൊടുക്കും. ചതിവായി വല്ലതും വാങ്ങിയെങ്കിൽ കണക്കെടുത്ത് പരിശോധിച്ചിട്ട് 4 ഇരട്ടി കൊടുക്കും. ധനാഢ്യന. ഇതുവരെ അവൻ്റെ മനസ്സിലെ മോഹം ഉള്ള ഭൂമി എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, കൂടുതൽ കൂടുതൽ വെട്ടിപ്പിടിക്കണം, പലിശയ്ക്ക് പണം തന്നിട്ട് ഭൂമി അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അന്നേരത്തെ കാര്യത്തിന് ചികിത്സയ്ക്ക് വേണ്ടി, ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, വൃക്ക മാറ്റി വെക്കാൻ വേണ്ടി, ഹാർട്ടിൻ്റെ ഓപ്പറേഷന് വേണ്ടി പണം കൊണ്ടുവരിക. സ്ഥലമെല്ലാം അറ്റാച്ച് ചെയ്തു. ഇത് പിടിക്കാൻ വരുന്ന മനുഷ്യൻ, അവൻ അയക്കുന്ന ആ ഗുണ്ടാപ്പടയ്ക്ക് കരുണയെന്നൊന്നില്ലെന്നേ. അത്യാസന്ന നിലയിൽ ഓക്സിജൻ എടുത്ത് കിടന്നാലും കാരുണ്യമെന്നൊന്നും അവരുടെ മനസ്സിലില്ല. മനസ്സ് തഴമ്പിച്ചുപോയി. നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. സ്ഥലം പോക്ക, ആട്ടിമുട്ടി പോക്ക, തകർച്ചയാണ്. ഞാനിതുപോലെ കണ്ടു ഒരിക്കലൊരു വീട്. ആ വീട് മുഴുവൻ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന മനുഷ്യരാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമുണ്ട്. റോഡരികിൽ നല്ലൊരു വീടും 10-40 സ്ഥലവുമുണ്ട്. ബിസിനസ് പാളിപ്പോയി. ഇത് മുഴുവൻ പോക്കാണ്. ഇതാ ഇപ്പോൾ വന്നിരിക്കുക. ആ കൂടെ ആ വീട്ടിലെ പിതാവിന് ഒരു കൊറോണറി ബൈപ്പാസ്. ഇതെല്ലാം കൂടെ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുക. പലിശ മുടങ്ങി, വാഹനമൊക്കെ പോയി, ചവിട്ട് സൈക്കിൾ പോലുമില്ല. കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. സാനിറ്ററി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയാണ്. ഇതെല്ലാം പോക്കായി. കടം തിരിച്ചു കൊടുക്കാൻ വഴിയില്ല, ഒരു വഴിയില്ല. പല ആളുകളോട് പണം വാങ്ങിയിട്ടുണ്ട്. പല ടീമുകൾ പല സമയം വന്ന് രാവെളുക്കോളം ഇരുന്ന് പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയൊക്കെ ഉള്ള വീട്ടിൽ അശ്ലീലം നിറഞ്ഞ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് എന്തോർത്താ വാങ്ങിയത് 100 കഥകൾ കേട്ട് 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 മടുത്തവര്. മുതൽ ഒറ്റ വഴി ആത്മഹത്യ. മരിക്കുമെന്ന് പറഞ്ഞാലും തൊട്ടുമുമ്പിൽ മരിച്ചു വീഴുന്ന കണ്ടാലും കരളലിയാത്ത ക്രൂരതയുടെ പേരാ സ്വാർത്ഥത. ഹല്ലേലൂയ. സ്വാർത്ഥത. സ്വാർത്ഥത വെടിയണമെന്നേ. നമ്മൾ നിമിത്തം ഇത്തരം അനർത്ഥങ്ങൾ എവിടെയും ഉണ്ടാകാതെ അതിനെ വചനം പഠിപ്പിച്ചത് അനേക സമ്പന്നന്മാർക്കുള്ള ധാരാളിത്തമില്ലേ, ബഹുസ്വത്തില്ലേ, ധാരാളം ഭൂമിയില്ലേ, അതിനേക്കാൾ നീതിമാനുള്ള അല്പം നല്ലത്. ആ അല്പമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ അല്പം സന്തോഷിക്കുക. നമുക്കുള്ള അല്പം ചെറിയ വീട്ടിൽ, ചെറിയ വണ്ടിയിൽ, ആ ചെറിയ സൗകര്യത്തിൽ സന്തോഷിച്ചിട്ട് പറയാ, നാഥാ, കോടീശ്വരൻ്റെ ഉള്ളതിനേക്കാൾ സന്തോഷം നീ എൻ്റെ ജീവിതത്തിൽ തന്നല്ലോ. എത്ര ആനന്ദം. ഹല്ലേലൂയ. എത്ര സന്തോഷം. കാരണം മത്സരക്കമ്പോളത്തിൽ ഇറങ്ങി ചിലതൊക്കെ പിടിച്ചു വാങ്ങി എന്ന ചാരിതാർത്ഥ്യത്തെക്കാൾ, ഞാൻ മിടുക്കനാണെന്ന് ലോകം പറയുന്ന ആശികത്തെക്കാൾ എനിക്കിഷ്ടം ഈ ചെറിയ ഭൂമിയിൽ, ഒരു തുണ്ട് ഭൂമിയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മെ നിർഭയം വസിക്കാൻ അധികാരം തരുന്ന ആ നല്ല ദൈവത്തിൻ്റെ പാദാന്തിയെ അടുത്തിയല്ല. സക്കായി പറയും, ഞാൻ പാതി കൊടുത്തേക്കാം, 4 ഇരട്ടി മടക്കി കൊടുക്കാം. എന്തിനാണെന്നറിയണ്ടേ? എനിക്ക് സമാധാനം മതി, ഇതൊക്കെ കൊടുക്കാമെന്ന്. അപ്പോൾ ക്രിസ്ത്യ ജീവിതം എന്താ? പിടിച്ചു മേടിച്ച ആ സ്വത്തിൻ്റെ കണക്ക് പറഞ്ഞുള്ള സന്തോഷമല്ല. അവൻ്റെ ബാലൻസ് ഷീറ്റിൽ അവൻ കൊടുത്തു കൊടുത്തു കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കണക്കാണ് എഴുതേണ്ടത്. വീതം വെച്ചപ്പോൾ 3ഉം 4ഉം സഹോദരിമാരുള്ള വീട്ടിൽ നിങ്ങൾ ഈ സഹോദരിക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ, അനുജന് കൊടുക്കേണ്ടത് കൊടുക്കാതെ, ജ്യേഷ്ഠന് കൊടുക്കേണ്ടത് കൊടുക്കാതെ മത്സരിച്ച് പിടിച്ച് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് വരുന്നതിനേക്കാൾ നല്ലതാ ഇതെൻ്റെ ചേട്ടനല്ലേ, ഇരിക്കട്ടെന്നേ, സഹോദരിയല്ലേ, ഇരിക്കട്ടെന്നേ. ഈ മനസ്സ് തരുന്നൊരു സുഖമുണ്ടല്ലോ, അത് തരുന്നൊരു പ്രാഗൽഭ്യം ഉണ്ടല്ലോ, അത് വളരെ വലുതാണെന്ന് ആ ചേട്ടനും തോന്നും. നീ വിട്ടുകൊടുത്തല്ലേ നല്ലത്. വിട്ടുകൊടുത്ത് ജയിച്ച് എത്ര പേര് വിട്ടിപ്പുണ്ട്. വിട്ടുകൊടുത്ത് ജയിച്ച് വിട്ടുകൊടുത്ത് ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ്, നിൻ്റെയാണ് ഇത്, എടുത്തുകൊള്ളുക എന്ന് പറയുന്നൊരു പടം നമ്മെ പഠിപ്പിച്ചവനാണ് യേശു. ഒരുത്തൻ വസ്ത്രം അപകരിച്ച് കളഞ്ഞാൽ, അവരൊരുത്തൻ നിൻ്റെ പുതപ്പ് അപകരിച്ചാൽ വസ്ത്രവും കൊടുത്തേക്കാൻ അവൻ കൊണ്ടുപോട്ടെ സ്നേഹിത, കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാഠം. ഈ പാഠം പകർന്നു നിന്ന അരിമ ഗുരു പറയുക, എനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കണം, നിന്നോടുകൂടെ കഴിക്കണം. ഇവൻ്റെ റിസൾട്ട് പറയുക, ഞാൻ സ്ഥലത്തിൻ്റെ പാതി
ദരിദ്രർക്ക് കൊടുക്കും. ചതിവായി വാങ്ങിയത് എനിക്കറിയാം. കണക്ക് പരിശോധിച്ച് 4 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പെന്തക്കോസ്ത് സഭകളെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഐക്യ കൺവെൻഷനാണ് ബഹുജനങ്ങളെ. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്നറിയണ്ടേ? ഇതുണ്ടായി വന്ന ധാരകൾ പലതരത്തിലാണ്. പൂനെയിലെ മുക്തി മിഷനിൽ ആരംഭിച്ചൊരു ഉണർവുണ്ട് വർഷങ്ങൾക്കപ്പുറത്ത്, പണ്ഡിറ്റ് രമാഭായിയുടേത്. ഇതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഭൂപ്രദേശമൊക്കെ പണ്ട് ഉണർവിൻ്റെ താപജ്വാലകൾ ആളിക്കത്തി ഇടമ. അതുമൊന്ന് പറയാനുണ്ടൊരു വാക്കിൽ. അതിന് പാശ്ചാത്യമായൊരു സ്വഭാവമല്ല, പൗരസ്ത്യമായൊരു സ്വഭാവമുണ്ട്. പറയാമത്. ബഹുമാനിരി, ഇവിടെ ഉണ്ടായിരുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭകളാണ്. ആ സഭകൾക്കിടയിലേക്കാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും ഒക്കെ പ്രവർത്തിച്ചത്. തിരുവനന്തപുരത്ത് ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS-ഉം, മധുരതാംകൂറിൽ CMS-ഉം, അങ്ങ് മലബാറിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും സുവിശേഷകരെ ഇന്ത്യയിലേക്ക് അയച്ചു. ഈ സുവിശേഷകർ ഈ ജനങ്ങൾക്കിടയിലൊക്കെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഈ ഗോസ്പൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇറങ്ങി. CSI പോലെയുള്ള സഭകൾ രൂപപ്പെട്ടു, ആംഗ്ലിക്കൻ ചർച്ചുകൾ രൂപപ്പെട്ടു. ഇതാണ്ട് ഇതേ കാലത്ത് യാക്കോബായ ഓർത്തഡോക്സ് സമൂഹത്തിൽ വലിയ ഉണർവ് രൂപപ്പെട്ടിട്ട് മാർത്തോമാ സഭ രൂപപ്പെട്ടു. മാർത്തോമാ സഭയും ഈ ആംഗ്ലിക്കൻ ചർച്ചുകളും ഉപദേശം കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും ഒരുപോലെ നിൽക്കുന്നൊരു കാലം. ഈ കാലത്ത് തിരുനെൽവേലിയിൽ നിന്നൊരു സുവിശേഷകൻ, പേരറിയില്ല, വിലാസം അറിയില്ല, അദ്ദേഹം നമ്മുടെ നാട്ടിലെത്തി. അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രചരണ രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം പള്ളി ആരാധന തുടങ്ങുന്നതിന് നേരത്തെ ചെല്ലും. പള്ളിയുടെ മുറ്റത്തൊക്കെ ആളുകൾ കൂടി നിൽക്കുമല്ലോ, അവരോട് പ്രസംഗിക്കും. മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി, അധാർമികതയെപ്പറ്റി ഒക്കെ പ്രസംഗിക്കും. നീണ്ട പ്രസംഗമില്ല, 15-20 മിനിറ്റുള്ളിൽ അച്ഛൻ വരും. അച്ഛൻ വന്നാൽ പിന്നെ പ്രസംഗം തുടരാൻ പറ്റില്ല, അടുത്ത സ്ഥലത്തേക്ക് ചെല്ലും. പക്ഷേ അച്ഛന്മാരെ അത്ഭുതപ്പെടുത്തുന്ന വചനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ, ഒടുക്കൻ റിസൾട്ട് കേൾക്കണ്ടേ? കുമ്പസാരിക്കുമ്പോൾ ആളുകൾ ചെന്നിട്ട് അച്ഛനോട് പറയുക, അച്ഛാ, ഞാൻ വ്യാജമദ്യം വിറ്റ ആളാ, ഭാര്യയെ തല്ലുന്ന ആളാ, ഓരോ തരം തിന്മകൾ തുറന്ന് പറഞ്ഞ് നിങ്ങളെങ്ങനെ ഇങ്ങനായി? അച്ഛനോട് പറയാൻ തുടങ്ങി, ഇനി ഒരിക്കലും എനിക്കത് ചെയ്യാതിരിക്കണം, മനസ്സിന് സ്വസ്ഥതയില്ല. ഉപദേശി പ്രസംഗിച്ച നേരം മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഇത് രൂപപ്പെട്ടു വന്നു. പിന്നീട് ആളുകൾ ഈ ഉപദേശി പ്രസംഗിതർക്ക് കേൾക്കാൻ ചെന്നു. അതിൻ്റെ പേരൊന്നും ഇന്നും ആർക്കും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരാൾ എന്നേ അറിയൂ. DC ബുക്സ് പ്രസിദ്ധം ചെയ്യുന്ന വിനിൽ പോളിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുക്കം ഇങ്ങനെ വന്ന ഈ മനുഷ്യൻ്റെ ഊരും പേരും ആരും അറിയില്ല, നിന്നങ്ങ് പ്രസംഗിക്കുക. അച്ഛന്മാർ സ്വീകരിച്ചു, പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗം ചരിത്രപരമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ബൈബിൾ അങ്ങ് പഠിച്ചു. യേശു ആരെന്ന് പറഞ്ഞു. ആളുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. വർഷങ്ങൾ തീരാത്ത കുടുംബ കേസുകൾ തീർന്നു കിട്ടി. എങ്ങനെ തീർന്നതെന്ന് അറിയണ്ടേ? അവൻ വന്ന് എന്നോട് പറയട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈഗോ ബോധമുള്ള അപ്പച്ചൻ ചെന്നിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് പറയുക, ഞാനാ കുറ്റവാളി, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റേ ആൾ പറയാ, അപ്പച്ച, കുറ്റം അങ്ങയുടെ അല്ല, എൻ്റെയാ. രണ്ടാളും കെട്ടിപ്പുണർന്നു, കണ്ണീരൊഴുക്കി. ഇത് ഇന്ത്യയിൽ രൂപപ്പെടുമ്പോൾ അങ്ങ് അമേരിക്കയിൽ നമ്പർ 312 അസൂസ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് കാലിഫോർണിയയിൽ ഒരു തെരുവുണ്ടായിരുന്നു. ആ തെരുവിൽ ഒരു ചെറിയ കെട്ടിടത്തിനുള്ളിൽ ഒരു കണ്ണിനു കാഴ്ചയില്ലാത്തൊരു ഒരു കറുത്ത മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആഫ്രിക്കയിൽ നിന്ന് പിതാവിനെ വർഷങ്ങൾക്കപ്പുറത്ത് അമേരിക്കയിലേക്ക് കൽക്കരിക്കനിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നൊരു അടിമയാണ്. ഭാഗ്യവശാൽ അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ അരികിൽ പെട്ടു, ഭക്തനായൊരു കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു, നീ നല്ലവനായി ജീവിക്കണം, ഞാൻ നിന്നെ വിലക്ക് വാങ്ങി വെറുതെ വിടുക, നിന്റെ അടിമത്തം വൃദ്ധി ചെയ്യുക, നല്ലവനായി ജീവിക്കണം, ദൈവമുള്ളവനായി ജീവിക്കണം. ആ മനുഷ്യൻ്റെ മകൻ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത വിരൂപനായ കറുമ്പനായ ഒരു മനുഷ്യൻ. ഇയാളുടെ പേര് വില്യം ജെ സെയ്മൂർ എന്നായിരുന്നു. ഈ സെയ്മൂറിനെ പഠിക്കാൻ വിട്ടു. നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ കലാലയങ്ങളിൽ ബൈബിളും പഠിക്കണം, ഇതര വിഷയങ്ങൾ പഠിക്കണം. അപ്പോൾ അടിമത്തം കൊടികുത്തി വാഴുന്ന ആ രാജ്യത്ത് ഇദ്ദേഹത്തിന് ക്ലാസ്സിലിരിക്കാൻ അനുവാദമില്ല. കോറിഡോറിൽ ഇരുന്നു കൊണ്ട് അകത്തെ ക്ലാസ് ശ്രദ്ധിക്കണം. സെയ്മൂറിന് അത് സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, പഠനം നിഷേധിക്കപ്പെട്ട ലോകത്ത്, ഈ അറിവുകളുടെ പുതിയ ലോകത്ത് കൂടി സെയ്മൂർ ഇങ്ങനെ സഞ്ചരിക്കുക. എന്നിട്ട് കൂട്ടുകാരൊന്നും അടുക്കില്ല.
അസ്പർശ്യതയുടെ ലോകത്ത് അദ്ദേഹം വീട്ടിൽ വന്ന് തൻ്റെ ഈ വാടക കെട്ടിടത്തിൽ ജോലി ചെയ്യണം, പലതരം കാര്യങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ബഹളവും ശബ്ദവുമല്ല, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ കാണാൻ കൂട്ടുകാരെത്തുമ്പോൾ സൊറ പറഞ്ഞിരിക്കുകയല്ല, 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറയുക. പ്രാർത്ഥന കൂടിക്കൂടി ഒരു 7-8 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ചു മുന്നേറിയപ്പോൾ 1906 ഒരു ദിവസം ആ പ്രാർത്ഥന ശക്തിപ്പെട്ട് വാക്കുകൾ അടക്കാൻ കഴിയാത്ത അണമുറിയാത്തൊരാത്മപ്രവാഹം അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സംഭവിക്കുക. അത് കണ്ട് ശബ്ദം കേട്ടും പ്രാർത്ഥനയും കണ്ണീരും കണ്ടും ആളുകൾ പലയിടത്തു നിന്ന് വന്നുകൂടി. ഓരോ ദിവസം കഴിയുമ്പോറും ഈ യോഗത്തിന് ആളുകളുടെ എണ്ണം കൂടി. അത് 10, 8, 10 എന്നുള്ള കണക്ക് വിട്ടിട്ട് 100 എന്ന ക്രമത്തിൽ എത്തി. ഏതാനും ദിവസങ്ങൾ മതിയായിരുന്നു ഈ 100,000-ന് വഴിമാറാൻ, 1000 10,000-ന് വഴിമാറാൻ. ഒടുക്ക ഇവിടെ ഇരിക്കാനിടയില്ലാതെ ഈ തെരുവ് മുഴുവൻ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. സുവിശേഷകർ ഓടി നടന്ന് പ്രസംഗിക്കുക. അത്യാവശ്യം ഈ പ്രസംഗമൊക്കെ അറിയാവുന്ന ആളുകൾ പൊട്ടിക്കരഞ്ഞ് അവരെ പാപമേറ്റു പറഞ്ഞു. അടുത്ത ഘട്ടം കേൾക്കണ്ടേ? നീണ്ട കടാരകൾ, മദ്യക്കുപ്പികൾ, വഷളത്തം നിറഞ്ഞ അവരുടെ അധാർമിക പ്രവൃത്തികളുടെ ഇതര സാമഗ്രികൾ, ഇതൊക്കെ കൊണ്ട് സൈമൂറിന്റെ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനും ഇതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നൊരു അടിമയാ, എൻ്റെ യജമാനനെ കുത്തിമലർത്താൻ കൊണ്ടു നടന്ന കടാരയാ, ഈ വടിവാളിന് തലവെട്ടാൻ കൊണ്ടു നടന്ന അവസരം കിട്ടിയാൽ. അതുകൊണ്ട് ഈ വചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കുറ്റബോധം വ്യാപരിച്ചു. ഞാൻ ഇന്നിതിവിടെ കളയുക, എന്നേക്കും ഉപേക്ഷിക്കുക, എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. സൈമൂർ പറഞ്ഞു, നീ എന്നോടല്ലല്ലോ തെറ്റ് ചെയ്തേ, നീ ആരെയാണ് കൊല്ലാനിരുന്നത്? ആ മനുഷ്യനെ കാണണം, ആ പാദത്തിൽ ചെന്ന് വീഴണം, നീ പൊട്ടിക്കരഞ്ഞ് മാപ്പിരക്കണം, ഓടിച്ചെല്ലാൻ പറഞ്ഞു. ആളുകൾ ചെന്ന് യജമാനന്മാരെ കണ്ടിട്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ നിന്നെ കൊല്ലാനിരുന്നതാ, അവസരം കിട്ടിയ നശിപ്പിക്കാനിരുന്നതാ. പക്ഷെങ്കിൽ ഞാൻ കേട്ട പാപബോധം ജനിപ്പിക്കുന്ന വാക്കുകൾ എന്നെ മറ്റൊരു മനുഷ്യനാക്കി, നീ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ടപ്പോൾ യജമാനന്മാർ വൈറ്റ്സ് അദ്ദേഹത്തെ ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ഒരു കന്നുകാലിയുടെ വില പോലും തരാതെ ഞാൻ നിന്നെ പരിഗണിച്ചു, നീ എന്നോടാണ് ക്ഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ പാദത്തിലും വീണു. അങ്ങനെ പരസ്പരം കുറ്റമേറ്റു പറഞ്ഞ് അങ്ങകലെ 1900 രൂപപ്പെട്ടു വന്ന സാഹോദര്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ പേരാ പെന്തക്കോസ്ത്. ഹല്ലേലൂയ! അതിൻ്റെ ഒരു ഐക്യ കൺവെൻഷൻ ഇന്ന് രാത്രി ഇവിടെ നടക്കുമ്പോൾ ഭക്തർ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്തിൽ 100 കൊല്ലം ഞങ്ങൾ പ്രവർത്തിച്ചു. പുനലൂരുള്ള ഞങ്ങളുടെ കൺവെൻഷൻ ഇപ്പോൾ നടക്കുന്ന തൊട്ടടുത്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ മുളക്കുഴയുള്ള കൺവെൻഷനുണ്ട്, തിരുവല്ലയിലുള്ള കൺവെൻഷനുണ്ട്, ഞങ്ങളുടെ കൺവെൻഷനുകൾ കുമ്പനാട് നടക്കുന്നുണ്ട്. 100 വർഷത്തെ കൺവെൻഷന്റെ ചരിത്രത്തിൽ പോലീസിനൊരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ ഇടകൊടുക്കാത്ത വിധത്തിൽ അക്രമോത്സുകരല്ലാതെ ഈ രാജ്യത്ത് മാതൃകാ സമ്പന്നരായി പ്രവർത്തിച്ച ഒരു സമൂഹത്തിന്റെ വക്താവെന്ന നിലയിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ തുതിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ജനതയുടെ രൂപവൽക്കരണത്തിന് കുറ്റബോധത്തെ, കുറ്റകൃത്യത്തെ എന്നേക്കും റദ്ദ് ചെയ്തുകൊണ്ട് ഒരു നവജീവിതത്തിന്റെ പരിശുദ്ധാത്മന്റെ ജീവിതം നമുക്ക് പ്രദാനം ചെയ്ത മാർഗത്തിന്റെ പേരാ പെന്തക്കോസ്ത്. പ്രിയരെ, ഇന്നിവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, പെന്തക്കോസ്തിൻ്റെ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിച്ച ആ ക്രിസ്തു സാന്നിധ്യമാണ്, നമ്മുടെ ഇടയിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. ദൂരത്തും ചാരത്തുമിരുന്ന് ഈ വാക്ക് കേൾക്കുന്നവരെ, കൊടും കുറ്റവാളിക്കും മനം തുറന്ന് യേശുവിനെ സ്വീകരിക്കാൻ അവസരമുണ്ടെങ്കിൽ നിന്റെ പാപത്തിൻ്റെ ഭൂതകാലം ഓർക്കാതെ ഒരു പുതുമനുഷ്യനായി ഇന്ന് രാത്രി നിന്നെ യേശു മാറോട് ചേർത്ത് നിർത്തും. ഹൃദയമേകീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാളെയല്ല, ഇന്നുത്തരം, ഈ നിമിഷം ഉത്തരം. ഈ പന്തലിലുള്ളിരിക്കുന്ന ഭൂരിപക്ഷം പേരും യേശുവിനെ അറിഞ്ഞവരാ. സന്തോഷം. ഇതിനകത്തോ പുറത്തോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ മാരകമായ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കായി പ്രാർത്ഥിക്കണം, എനിക്കൊരു പുതുമനുഷ്യനാകണം, ഈ ആഗ്രഹമുള്ള ഒരാളെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാ ഈ യോഗം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ചെയ്യാനിരുന്നതും ചെയ്തതുമായ കുറ്റകൃത്യങ്ങളെ മുഴുവൻ എന്നേക്കും ഇല്ലായ്മ വരുത്തിക്കൊണ്ട് ഒരു പുത്തൻ ജീവിതാനുഭവത്തിലൂടെ നയിക്കാൻ പ്രാപ്തനായ ക്രിസ്തു പറയുക, എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ഇപ്പോൾ തന്നെ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ മധ്യ ഭരിക്കുന്നു. കണ്ണുകളടച്ചട്ടെ, ഒരു വേള കണ്ണുകളടച്ചട്ടെ, ഈ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചട്ടെ.
ദേശത്തിനായി പ്രാർത്ഥിച്ചട്ടെ. അവൻ ചില കെട്ടുകൾ അഴിച്ചു, ബന്ധിതരെ വിമോചിതരാക്കി മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്നൊരു സന്ദേശം നമ്മൾ അയച്ചു കഴിഞ്ഞു. കർത്താവ് തൊടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് യേശുവിൻ്റെ മകനാകണം, യേശുവിൻ്റെ മകളാകണം. തിന്മ നിറഞ്ഞ ജീവിതത്തെ എന്നേക്കും ദുരീകരിച്ചൊരു പുതിയ ജീവിതം ലഭിക്കണം. അർത്ഥവത്തായ ജീവിതം, സന്തോഷനിർഭരമായ ജീവിതം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ളവർ മാത്രം. ഒരുപക്ഷെ ഇവിടെ ആരും അങ്ങനെ ഉള്ളവരായിരിക്കില്ല. അതിന് പുറത്ത് വഴിയരികിൽ, കടയിൽ, യാത്രയിൽ കേൾക്കുന്നെങ്കിൽ, അവിചാരിതമായി കേൾക്കുന്നെങ്കിൽ, ഇത് നിങ്ങൾക്ക് ദൈവമൊരുക്കിയ അവസരമാണ്. ദിസ് ടൈംസ് ഫോർ യു. ഈ സമയം നിങ്ങൾക്കുള്ള ബ്രദറെ, സഹോദര, നിങ്ങളോട് സംസാരിച്ചിട്ട് അന്തരാത്മാവ് അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ തീർച്ചയായും അതൊരു ഉറപ്പാണ്. ഞങ്ങൾ ഇത്തരം യോഗം വെറുതെ പ്രസംഗിച്ചു പോകുകയല്ല, നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പകലുമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരറിയില്ല. ഒരുവനെങ്കിലും ഈ വചനം തുടരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ വന്നേ, നിങ്ങളിവിടെ വന്നേ. എനിക്ക് ദൈവവൈതലാകണം, എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആർക്കാഗ്രഹമുണ്ട് അവർക്ക് മാത്രം കരമുയർത്തിപ്പിടിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൂരത്ത് അരികിലുണ്ടോ? നിങ്ങൾക്ക് ഇവിടേക്ക് വരാം, പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ അറിഞ്ഞു, യേശുവുള്ളവളാ, യേശുവുള്ളവനാ, പക്ഷെ സ്നാനമേറ്റില്ല. എനിക്ക് സ്നാനമേൽക്കണം. ദൈവം തരുന്ന അടുത്ത അവസരത്തിൽ, തൊട്ടടുത്ത അവസരത്തിൽ എനിക്കായി പ്രാർത്ഥിക്കണം. ആഗ്രഹമുള്ളവർക്ക് കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആഗ്രഹമുള്ളവർ കരമുയർത്തിയട്ടെ. ആ കരമുയർത്തിയട്ടെ ധൈര്യമായി. ഇവിടെ ഇരിക്കുന്നവർ സ്ഥാനമേറ്റവരാകാം. ആത്മനിറവും ആത്മപ്രേരണയും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. അല്ലാത്തവർക്ക് ഇനിയും അതല്ല, ഒന്നുകൂടി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വല്ലാത്ത അനുഭവം പോലെ ബന്ധിതനായ ഒരാൾ മദ്യത്തിനടിമയാണ്. ഒരാൾ ഇത്തരം തിന്മകൾക്കടിമയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ട രാവുകളിലൂടെയാണ് ഞാൻ പോകുന്നത്. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആർക്കാഗ്രഹമുണ്ട്? നിങ്ങളുടെ അറിവിലോ, നിങ്ങളുടെ കുടുംബത്തിലോ, നിങ്ങളുടെ പരിസരത്തിലോ ഒരു ബന്ധിതനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കണേ. അവർക്കും കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചില കരമുയരുന്നു. അത് നിങ്ങളുടെ ആവശ്യകതയാണ്. ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരമുയർത്തിയ ചിലരെ കണ്ടു. ആ കരം നന്നായിട്ട് കീർത്തിയെങ്കിൽ ലജ്ജിക്കണ്ട. നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ മാധ്യസ്ഥം ഏറ്റെടുക്കുക. ഇറ്റ്സ് എ വണ്ടർഫുൾ മീഡിയേഷൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മാധ്യസ്ഥം. ചില കരമുയർത്തി കരങ്ങളെ താഴ്ത്തിയിട. ഈ കൂടെ തന്നെ ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ടെന്ന് അരുളിയ ആ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തരണം. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ ദൈവം മഞ്ഞുമഴയും അയക്കേണ്ടതുണ്ട്, സൗഖ്യമാക്കേണ്ടതുണ്ട്, വിടുതലയക്കേണ്ടതുണ്ട്. പെന്തക്കോസ്തിൻ ശക്തി പ്രാർത്ഥനയുടെ ശക്തിയാ, അത് വിടുതലിൻ്റെ ശക്തിയാ, അത് രോഗശാന്തിയുടെ ശക്തിയാ, അത് ആത്മനിറവിൻ്റെ ശക്തിയാ. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആർക്കാഗ്രഹമുണ്ട്? തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു, നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കരമുയർത്തിയവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇതിനുശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിച്ചാൽ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ കോമണായി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ താഴ്ത്തിയിട. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. വചനം കേട്ട് ആത്മസമർപ്പണം ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ വീതേ നീ പ്രവർത്തിക്കണം. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഏത് വിഷയത്തിൽ കരമുയർത്തിയോ അതിൽ നീ വിടുതലയക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരാളെങ്കിലും അങ്ങേ രക്ഷകനായി കരുതിയെങ്കിൽ മദ്യാസക്തിയുടെ കോട്ടകൾ വിട്ട് അധർമ്മത്തിൻ്റെ ഇരുട്ടിനെ ഭേദിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ പ്രകാശം അവരിലേക്ക് വ്യാപരിക്കാൻ കഴിയേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.